بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد صلى الله عليه وسلم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. والذين يتوفون منكم ويذرون أزواجا يتربصن بأنفسهن 4 أشهر وعشرا فإذا بلغن أجلهن فلا جناح عليكم فيما فعلن في أنفسهن بالمعروف والله بما تعملون خبير. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇസ്ലാമിക കുടുംബം എന്ന നമ്മുടെ പഠന പരമ്പരയിൽ ത്വലാഖുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചായിരുന്നു കഴിഞ്ഞ നമ്മുടെ അവസരത്തിൽ വിശദീകരിക്കപ്പെട്ടത്. ത്വലാഖുമായി ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിവാഹമോചനം നടക്കുകയോ അതല്ലെങ്കിൽ ഭർത്താവിന്റെ മരണം സംഭവിക്കുകയോ ചെയ്താൽ ആ സ്ത്രീകൾ മറ്റൊരു വിവാഹം വിലങ്ങി കാത്തിരിക്കേണ്ടുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിനാണ് ഇദ്ദ എന്ന് പറയുന്നത്. നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ചില വിഷയങ്ങളാണിത്. ത്വലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീ ഇദ്ദ ആചരിക്കേണ്ടതുണ്ട്. അഥവാ മറ്റൊരു വിവാഹത്തിന് അവൾക്ക് അനുവാദം ഇസ്ലാമികമായി ലഭിക്കണമെങ്കിൽ അവൾ കാത്തിരിക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിനാണ് ഇദ്ദ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഭർത്താവ് മരണപ്പെട്ട വിധവയായ സ്ത്രീക്കും അവളെയും നേരെ പിറ്റേന്നൊരാൾ കല്യാണം കഴിക്കാൻ അനുവാദമില്ല. അവളും ചില പ്രത്യേകമായ കാലഘട്ടം, ചില പ്രത്യേകമായ നിയമങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് അവളും കാത്തിരിക്കേണ്ടതുണ്ട്. അതിനാണ് ഇദ്ദ എന്ന് പറയുന്നത്. ഇദ്ദ നിർബന്ധമാണ് എന്ന കാര്യത്തിൽ മുസ്ലിം ലോകത്ത് തർക്കമില്ല. സാധാരണഗതിയിൽ നമ്മൾക്ക് കേട്ട് പരിചയമുള്ള ഒരു വേർഡായിരിക്കും ഇദ്ദ. ത്വലാഖ് ചൊല്ലിയാൽ നമ്മൾ ചോദിക്കും, അവളുടെ ഇദ്ദ കഴിഞ്ഞോ? അതുപോലെ തന്നെ ഒരാളുടെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഭാര്യ അവളുടെ ഇദ്ദ കഴിഞ്ഞോ എന്ന് ചോദിക്കാറുണ്ട്. അവ എന്താണ് ഈ ഇദ്ദയുടെ നിയമങ്ങൾ? ഓരോന്നിനും ഓരോ പ്രത്യേകമായ നിയമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. വിവാഹമോചിതയായ ഒരു സ്ത്രീ ആചരിക്കുന്ന ഇദ്ദയല്ല ഭർത്താവ് മരണപ്പെട്ടിട്ടുള്ള ഒരു വിധവയായ സ്ത്രീ ആചരിക്കേണ്ടുന്ന ഇദ്ദയുടെ കാലം. അത് വ്യത്യാസമാണ്. ഓരോ വിഭാഗം ആളുകൾക്കും വ്യത്യസ്തങ്ങളായ കാലയളവ് തന്നെയാണ് ഇദ്ദയായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് പലപ്പോഴും അറിയാത്തതുകൊണ്ടും ഇതിന്റെ നിയമങ്ങൾ കൃത്യമായി മനസ്സിലാക്കാത്തതുകൊണ്ടും ഒരുപാട് ആളുകൾ ഈ മേഖലയിൽ അലംഭാവവും അലസതയും ഉദാസീനതയും
ഇസ്ലാം വിരുദ്ധ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയിക്കാനേയില്ല. എന്തിനു വേണ്ടിയാണ് അള്ളാഹു ഇദ്ദ നിശ്ചയിച്ചത്? ഇപ്പൊ തലാഖ് ചൊല്ലപ്പെട്ട ഒരു സ്ത്രീ ഇദ്ദയാചരിക്കണം. ഒരു പെണ്ണിനെ ഒരു പുരുഷൻ തലാഖ് ചൊല്ലിയാൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നേരെ പിറ്റേന്ന് തന്നെ വേറൊരു പെണ്ണിനെ കല്യാണം കഴിക്കാം. എന്നാൽ ഒരു വിവാഹമോചിതയായ പെണ്ണ് അങ്ങനെയല്ല. അവൾക്ക് ഒരു വിവാഹം നടക്കണമെങ്കിൽ കുറച്ചു കാലം അവൾ കാത്തിരിക്കണം. അങ്ങനെ കാത്തിരിക്കാൻ ചില പ്രത്യേകമായ സമയം അല്ലാഹു തആല നിശ്ചയിച്ചതിന്റെ പിന്നിൽ മഹത്തായ ചില ലക്ഷ്യങ്ങളുണ്ട്. സാധാരണഗതിയിൽ നമുക്ക് ചിന്തിച്ചാൽ ചിലപ്പോൾ ആളുകൾ പറയും, ഇത് വാസ്തവത്തിൽ സ്ത്രീയോട് കാണിക്കുന്ന അനീതിയല്ലേ എന്ന്. അങ്ങനെയാണല്ലോ, വേഗം അങ്ങോട്ടാണല്ലോ ചിന്ത പോകുക ആളുകൾ. ഇസ്ലാം വിരുദ്ധ ശക്തികളൊക്കെ എപ്പോഴും അങ്ങനെയാണല്ലോ മനുഷ്യനെ കൊണ്ട് ചിന്തിപ്പിക്കുക. ആണിനും പെണ്ണിനും നീതി കൊടുക്കുന്ന മതമാണെങ്കിൽ ഒരാണ് ഒരു പെണ്ണിനെ ത്വലാഖ് ചൊല്ലിയാൽ ആണിന് അടുത്ത സെക്കൻഡിൽ തന്നെ വേണമെങ്കിൽ പോയിട്ട് കല്യാണം കഴിക്കാം. അതേ അവസരത്തിൽ പെണ്ണിനോ ഈ പെണ്ണിന് അങ്ങനെ പറ്റിയെന്നോ ഇത് വിറ്റേന്നോ ഒന്നും അവളെ ഒരാളും കല്യാണം കഴിക്കാൻ പറ്റൂല. അതാണ് ഇസ്ലാമിന്റെ നിയമം തന്നെയാണ്. അത് അനീതിയല്ലേ എന്ന് ചോദിക്കുമ്പോ തലയും താഴ്ത്തി അതിന് ഉത്തരം പറയാൻ സാധിക്കാതെ ഉത്തരം മുട്ടി പിരിഞ്ഞു പോരേണ്ടവരല്ല മുസ്ലിം. അവൻ അതിന്റെ മനുഷ്യത്വപരവും മനഃശാസ്ത്രപരവും ഇസ്ലാമികമായ അതിന്റെ പ്രത്യേകമായ ആ നിയമത്തിന്റെ മാഹാത്മ്യവും അറിഞ്ഞിരിക്കണം. എന്തുകൊണ്ട് ഇദ്ദ നിശ്ചയിക്കപ്പെട്ടു? എന്തിനാണ് ഇങ്ങനെ ഒരു കാത്തിരിപ്പിന്റെ കാലഘട്ടം നിശ്ചയിക്കപ്പെട്ടത്? പല ലക്ഷ്യങ്ങൾ അതിനുണ്ട്. അതിൽ ഒരു ലക്ഷ്യമാണ് ആദ്യത്തെ ഭർത്താവിന് തന്നെ അവളെ മടക്കിയെടുക്കാനുള്ള ഒരവസരം കൂടി ഉണ്ടാക്കുക എന്നതാണ് ഒരു ലക്ഷ്യം. അത് നമ്മൾ മുമ്പൊരിക്കൽ വിശദീകരിച്ചിട്ടുണ്ട് ഒരൽപ്പം. അതായത് വിവാഹമോചനം നടന്നു കഴിഞ്ഞാൽ വിവാഹമോചിതയായ സ്ത്രീ വിവാഹമോചനം നടത്തിയ പുരുഷന്റെ വീട്ടിലാണ് അവൾ താമസിക്കേണ്ടത്. ഇദ്ദയുടെ കാലഘട്ടം പുരുഷന്റെ വീട്ടിൽ തന്നെയാണ് താമസിക്കേണ്ടത്. കാരണം ഇപ്പോഴും അയാളുടെ ഭാര്യ തന്നെയാണിവൾ. അതുകൊണ്ടാണ് അന്ന് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ആ ഇദ്ദ കാലഘട്ടത്തിൽ ഭർത്താവിന്റെ വീട്ടിൽ തന്നെ വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീ ഭർത്താവിന്റെ വീട്ടിൽ തന്നെ കഴിയണം എന്ന് മാത്രമല്ല, ആ ഭർത്താവിന് ഈ സ്ത്രീയുമായി ശാരീരിക ബന്ധമല്ലാത്ത എല്ലാം അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ അവകാശങ്ങളും നിലവിലുണ്ട് എന്നർത്ഥം. ഭക്ഷണം കൊടുക്കണം, വസ്ത്രം കൊടുക്കണം, പാർപ്പിടം കൊടുക്കണം, അവര് തമ്മിൽ കാണണം. ഭർത്താവിന് വേണ്ടി ഈ വിവാഹമോചിതയായ സ്ത്രീക്ക് അണിഞ്ഞൊരുങ്ങാം, അലങ്കാര വസ്ത്രം അണിയാം, എല്ലാ നിലക്കും ആകർഷണ തന്ത്രങ്ങളൊക്കെ ആവിഷ്കരിക്കാം. അപ്പോഴേ ആ നൃത്തത്തിന് കാര്യമുള്ളൂ. അങ്ങനെ കഴിച്ചുകൂട്ടിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ആ കാലയളവിൽ മറ്റൊരാൾക്ക് ഈ പെണ്ണിനെ വിവാഹം അന്വേഷിക്കാൻ പോലും പാടില്ല. കാരണം എന്താ? അയാളുടെ ഭാര്യ തന്നെയാണ് ഇപ്പോഴും. വേറൊരാളുടെ ഭാര്യയെ നമുക്ക് വിവാഹം അന്വേഷിക്കാൻ പാടുണ്ടോ? എനിക്ക് വേറൊരാളുടെ ഭാര്യയെ വിവാഹം അന്വേഷിക്കൽ ഹറാമല്ലേ? അതേപോലെ തന്നെയാണ് മൊഴി ചൊല്ലപ്പെട്ട പെണ്ണിന് ആ മൊഴി ചൊല്ലിയ ഭർത്താവിന്റെ കീഴിലുള്ള ഭാര്യ തന്നെയാണ് അവള്. പക്ഷെ എന്തേ വ്യത്യാസമുള്ളൂ? ഈ ഇദ്ദ കാലഘട്ടത്തിൽ അവർക്കിടയിൽ സഹശയനം പാടില്ല. മറ്റുള്ളതൊക്കെ കൊടുക്കണം, ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും ഒക്കെ കൊടുക്കണം. ഇയാൾ കാണുക ഇവൾക്ക് അണിഞ്ഞൊരുങ്ങാം, വസ്ത്രം ധരിക്കാം, സുഗന്ധം പൂശാം, ഒക്കെ ചെയ്യാം. പക്ഷെ ശാരീരിക ബന്ധം പാടില്ല. ശാരീരിക ബന്ധത്തിന് മോഹം പുരുഷന് വന്നോ, തെറ്റി തീർന്നോ, എന്നാൽ അവര് ആ ശാരീരികമായ ബന്ധത്തിലേക്ക് മടങ്ങി രണ്ടാളെ വിളിച്ചിട്ട് കാര്യം പറയാം, ഞങ്ങൾ തമ്മിലുള്ള തെറ്റൊക്കെ തീർന്നു എന്നും പറഞ്ഞ പിന്നെയും ഭാര്യയായി. ഇതിനുള്ള ഒരു ചാൻസ് നൽകാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് നിശ്ചയിച്ചത്? ഈ ഒരു ഇദ്ദാകാലം വിവാഹമോചിതയായ പെണ്ണിന് നിശ്ചയിച്ചു കൊടുത്തത്. അതല്ല നേരെ പിറ്റേന്ന് തന്നെ അവൾക്ക് കല്യാണത്തിനാണ് അനുവാദം കൊടുത്താൽ എന്താ ഉണ്ടാവുക? പിന്നെ ഇവനിക്ക് തിരിച്ചെടുക്കണം എന്ന് തോന്നിയാലും മനസ്താപം വന്നാലും ഒന്നും ചാൻസ് ഇല്ലാതെ വേറൊരാൾ കല്യാണം കഴിച്ചു കൊണ്ടുപോയി. അപ്പൊ അതുകൊണ്ട് തന്നെ വിവാഹമോചിതയായ പെണ്ണ് അള്ളാഹു നിശ്ചയിച്ച ചില കാലഘട്ടം പുനർവിവാഹത്തിന്റെ മുമ്പേ കാത്തിരിക്കണം. അതിനാണ് ഇദ്ദാകാലം, അതല്ലെങ്കിൽ മലയാളത്തിൽ അതിന് ദീക്ഷാ കാലഘട്ടം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഒരു ലക്ഷ്യം എന്താണ്? ആദ്യ ഭർത്താവിന് തന്നെ തിരിച്ചെടുക്കാനുള്ള ഒരു അവസരം അല്ലാഹു കൊടുക്കുകയാണ്. വേറെ നിക്കാഹൊന്നും ഇല്ലാതെ തന്നെ തിരിച്ചെടുക്കാനുള്ള അവസരം. വേറെ നിക്കാഹ് വേണ്ട,
വേറെ വലിയ വേണ്ട, വേറെ മഹർ കൊടുക്കണ്ട, എത്ര വേണ്ടു ഞാൻ നിന്നെ മടക്കിയെടുത്തു. അവരങ്ങ് ഒരുമിച്ച് ജീവിച്ച് അത് രണ്ടാൾ അറിഞ്ഞ സംഗതി അവളുടെ ഭാര്യ തന്നെയായി. അപ്പൊ ഇതിനൊരു ചാൻസ് ആണെന്ത് ഈ ഇദ്ദ കാലഘട്ടം. ഇനി അത് മാത്രമാണോ? രണ്ടാമത്തെ മറ്റൊരു ലക്ഷ്യമുണ്ട്. ഈ വിവാഹമോചിതയായ സ്ത്രീയുടെ ഗർഭാശയം ഭ്രൂണമുക്തമാണോ അല്ലേ അതറിയണം. വിവാഹമോചിതയായ പെണ്ണ് ഗർഭിണിയാണോ അല്ലേ അതറിയാനുള്ള ഒരു കാലവിളംബം, ഒരു കാലതാമസം കൊടുക്കുകയാണ് ഇദ്ദയിലൂടെ. ഈ വിവാഹമോചനം ചെയ്യപ്പെട്ട തന്റെ പുരുഷനിൽ നിന്ന് ഈ സ്ത്രീ ഗർഭിണിയാണോ ഇല്ലേ എന്നറിയാൻ കുറച്ചു ദിവസം കാത്തിരിക്കണമല്ലോ. അതും ഇങ്ങനെ ഒരു കാലഘട്ടം, കാലതാമസം നിശ്ചയിച്ചതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ അത് മാത്രമാണ് ലക്ഷ്യമെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. പെണ്ണിന് ഗർഭമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഇദ്ദ കാലഘട്ടം എന്നാരും തെറ്റിദ്ധരിക്കരുത്. കാരണം എന്താ? ഗർഭധാരണത്തിന് തീരെ സാധ്യതയില്ലാത്ത ഒരു സ്ത്രീയാണ് വിവാഹമോചനം ചെയ്യപ്പെട്ടതെങ്കിലും അവളും എന്താചരിക്കണം? ഇദ്ദ ആചരിക്കണം. അപ്പൊ ഇദ്ദ ആചരിക്കുന്നത് കൊണ്ട് ഗർഭമുണ്ടോ എന്നറിയൽ മാത്രമല്ല എന്ന് അതിൽ നിന്ന് എന്ത് ചെയ്യാം? മനസ്സിലാക്കാം. ഇസ്ലാം ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അതിലൊക്കെ കൃത്യമായ ഹിക്മത്ത് ഉണ്ടാകും. കാരണം ശാരിആയ നിയമനിർമ്മാതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം പറയുന്നുവെങ്കിൽ അത് എല്ലാ അർത്ഥത്തിലും അത് യുക്തമായിരിക്കും, വളരെയേറെ തത്വാധിഷ്ഠിതമായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇപ്പൊ രണ്ട് കാരണങ്ങൾ നമുക്ക് മനസ്സിലായി. ഇനി മൂന്നാമത്തൊരു കാരണം സ്ത്രീക്ക് സംരക്ഷണം കിട്ടലാണ്. സ്ത്രീയോടുള്ള അനീതിയായിട്ടല്ലേ ചിലർക്കൊക്കെ തോന്നുന്നത്? അനീതിയല്ല, അവൾക്ക് സംരക്ഷണം നൽകാനാണ് ഇങ്ങനെ ഒരു കാലഘട്ടം നിശ്ചയിച്ചത്. കാരണം എന്താ? ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ത്വലാഖ് ചൊല്ലിയിട്ട് ഉടനെ ഇറക്കി വിട്ടാൽ, ഒരു പെണ്ണിനെ ഒരാൾ മൊഴി ചൊല്ലി പോന്ന് പറഞ്ഞ അവളെ ഉടനെ ഇറക്കി വിട്ടാൽ സ്ത്രീകൾക്ക് പിന്നെ അഭയകേന്ദ്രം ഉണ്ടാവോ? അവളെ എടുക്കാൻ പോവുക? അതുകൊണ്ട് തന്നെ ഇസ്ലാം പറഞ്ഞു എന്ത്? അങ്ങനെ ഇറക്കി വിടാൻ പാടില്ല. ഇദ്ദ കഴിയുന്നത് വരെ നിന്റെ സംരക്ഷണത്തിൽ നിന്റെ ചെല്ലും ചെലവും കൊടുത്തുകൊണ്ട് നീ അവളെ താമസിപ്പിക്കണം. അങ്ങനെ ആ ഒരു പീരീഡ് കഴിയുന്നതിന്റെ ഇടക്ക് വേണമെങ്കിൽ അവൾക്ക് എന്ത് ചെയ്യുകയും ചെയ്യാം. ഈ പീരീഡ് അവസാനിച്ചു കഴിഞ്ഞാൽ പോയി ചേരാവുന്ന ഒരു അഭയകേന്ദ്രം ഇതിന്റെ ഇടക്ക് അന്വേഷിക്കുകയും ചെയ്യാം. ഒരു അഭയസ്ഥാനം അവർക്ക് കണ്ടെത്താം. ഇനി എവിടുക്ക വേറെ പോയി താമസം ആക്കേണ്ടത് എന്നൊക്കെ ചിന്തിക്കാനുള്ള ഒരു ഇടവേള കൂടി സ്ത്രീക്ക് ഇദ്ദ കാലഘട്ടത്തിലൂടെ ലഭിക്കുകയാണ്. നാലാമത്തൊരു കാരണം പണ്ഡിതന്മാര് പറഞ്ഞത് എന്താണ്? അവൾക്ക് ആനുകൂല്യങ്ങൾ കിട്ടാൻ കൂടിയാണ് ഇദ്ദ നിശ്ചയിച്ചത്. കാരണം ഇദ്ദയിലെ കാലഘട്ടത്തിനുള്ളിൽ ഭർത്താവ് മരണപ്പെട്ടാൽ, ആലോചിക്കണം, ശരിക്കും മനസ്സിലാക്കേണ്ട മസലയാണ്. ഒരു ഇദ്ദയിലായിരിക്കെ ഒരാൾ ഒരു പെണ്ണിനെ ത്വലാഖ് ചൊല്ലി ആ പെണ്ണ് ഇദ്ദയിൽ കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഇദ്ദ കാലഘട്ടത്തിന്റെ ഇടക്ക് ഈ മൊഴി ചൊല്ലിയ ഭർത്താവാണ് മരണപ്പെട്ടു. ഇദ്ദ കാലഘട്ടത്തിന്റെ ഇടക്ക് ഈ മൊഴി ചൊല്ലിയ ഭർത്താവ് എന്ത് ചെയ്തു? മരണപ്പെട്ടു. എന്നാൽ ഈ ഭർത്താവിന്റെ സ്വത്തിൽ നിന്ന് ഭാര്യ എന്ന നിലക്ക് ഈ സ്ത്രീക്ക് എന്ത് കിട്ടും? അനന്തരാവകാശം കിട്ടും. കാരണം എന്താ? അത് ഇയാളുടെ ഭാര്യ തന്നെയാണ്. ത്വലാഖയല്ലേ, പിന്നെ അയാളുടെ ഭാര്യയാവോ? ഭാര്യ തന്നെയാണ്. ഏതുവരെ? ഇദ്ദ അവസാനിക്കുവോളം അത് ഇയാളുടെ ഭാര്യ തന്നെയാണ്. അതുകൊണ്ടാണ് മറ്റൊരാൾക്ക് ഇവളെ വിവാഹം അന്വേഷിക്കാൻ പാടില്ലാത്തത്. അതുകൊണ്ട് തന്നെയാണ് ഇവൾക്ക് എന്തും കിട്ടുന്നത്. ത്വലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീ ഇദ്ദയാചരിക്കുന്നതിന്റെ ഇടക്ക്, ആ ആചരിക്കുന്നതിന്റെ ഇടക്ക് തന്നെ ഭർത്താവ് അങ്ങ് മരണപ്പെട്ടാൽ ഈ സ്ത്രീക്ക് ആരുടെ സ്വത്തിൽ നിന്ന് അവകാശം കിട്ടും? ഈ മൊഴി ചൊല്ലിയ ഭർത്താവിന്റെ സ്വത്തിൽ നിന്ന് അവകാശം കിട്ടും. കാരണം എന്താണ്? ഇദ്ദ കഴിയുന്നത് വരെ ഈ സ്ത്രീ ആരുടെ ഭാര്യ തന്നെയാണ്? ഈ തന്നെ ത്വലാഖ് ചൊല്ലിയ ഭർത്താവിന്റെ ഭാര്യ തന്നെയാണ്. ഇതൊന്നും മുസ്ലിം സമുദായത്തിനൊന്നും അറിയൂല. പിന്നെ മറ്റുള്ളവരെ പറയണോ? മുസ്ലിം സമുദായത്തിന് അറിയില്ല. എന്നിട്ട് നമ്മൾ ഏതെങ്കിലും അങ്ങാടിന്നോ ബാർബർ ഷാപ്പിൽ നിന്ന് പത്രം വായിക്കുന്നിടത്തുനിന്നോ ചായക്കടയിൽ നിന്നോ ഒക്കെ ഒരുത്തനൊരു അഭിപ്രായം പറയും. കണ്ടോ, ഇസ്ലാം എന്ന് പറഞ്ഞ പെണ്ണിനോട് അനീതിയാ. എന്താ തെളിവ്? ഭർത്താവിനെ പെണ്ണിനെ എപ്പോഴും മൊഴിതല്ല. അതേ ഏറ്റവും മോശപ്പെട്ട വാക്കാണ് എന്നുള്ളത് നമ്മൾ നേരത്തെ വിശദീകരിച്ചു. എപ്പോഴും മൊഴിചൊല്ലാനൊന്നും ഇസ്ലാം അനുവദിച്ചിട്ടില്ല. നമ്മൾ പറഞ്ഞു 5-6 കടമ്പകൾ കടന്നേ ത്വലാഖ് എന്ന് പറയുന്ന ആ ഒരു മേഖലയിലേക്ക് എത്താവൂ എന്നത് ഇസ്ലാമിന്റെ നിയമമാണ്. അതൊരു വിഷയം. എന്നിട്ട് അനീതിക്ക് ഉദാഹരണം പറയാണ്. ആണിനെപ്പോഴും പെണ്ണിനെ മൊഴി ചൊല്ല, പിറ്റേന്ന് കെട്ടും ചെയ്യാം. പെണ്ണിനോ പാവം, അവളെ മൊഴി ചൊല്ലിയാൽ അവളിങ്ങനെ ഇദ്ദാന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാലം കാത്തിരിക്കണമല്ലോ. അവൾക്ക് സ്വാതന്ത്ര്യമൊന്നുമില്ല. അവളെ കൂച്ചുവിലങ്ങിട്ടു. കൂച്ചുവിലങ്ങിടല്ല,
അറിയാവുന്ന 4 കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയില്ലേ? 4 കാരണങ്ങൾ, 4 പ്രധാനപ്പെട്ട അതിന്റെ തത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കിയില്ലേ? അത് നമ്മൾ വളരെ കൃത്യമായി തന്നെ പഠിച്ചു വെച്ചാൽ ഇത്തരത്തിലുള്ള ഇസ്ലാം വിമർശകരുടെ നാവടക്കാൻ അത് തന്നെ മതി. അപ്പൊ ഇസ്ലാം ഇങ്ങനെ യുദ്ധ നിശ്ചയിച്ചത് പെണ്ണിനെ കഷ്ടപ്പെടുത്താനല്ല, പെണ്ണിന് അതുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങളും ഗുണങ്ങളുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവകാശമായി കൊണ്ട് നൽകുന്നത്. ഇതൊക്കെ അവളുടെ റൈറ്റാണ്. ഭാര്യ ഭർത്താവിന്റെ ഓശാരവും ഔദാര്യമൊന്നുമല്ല, അവളുടെ റൈറ്റാണ്, അവകാശമാണ്. തടഞ്ഞാൽ കോടതിയെ സമീപിക്കാവുന്ന റൈറ്റ്, തടഞ്ഞാൽ കോടതിയിൽ കേസ് കൊടുക്കാവുന്ന അവകാശമാണിത്. അങ്ങനെ കൃത്യമായിട്ടാണ് ഇസ്ലാം ഈ വിഷയത്തെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ സഹോദരന്മാരെ, ഇദ്ദ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കി. ഇദ്ദ കൊണ്ട് ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങളും ഗുണങ്ങളും എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇദ്ദ എല്ലാ സ്ത്രീകൾക്കും ഒരേപോലെയാണോ അതോ വ്യത്യാസമുണ്ടോ? വ്യത്യാസമുണ്ട്. അതിൽ ഒരു ഇദ്ദയെ സംബന്ധിച്ചാണ് ഇപ്പൊ ഞാൻ തുടങ്ങാൻ പോകുന്നത്. അത് ഭർത്താവ് മരണപ്പെട്ടിട്ടുള്ള ഒരു ഭാര്യ, ആ ഭാര്യ ആചരിക്കേണ്ടുന്ന ഇദ്ദയുടെ കാലഘട്ടം എത്രയാണ്? അഥവാ ഒരു വിധവ ഇദ്ദ ആചരിക്കേണ്ട കാലഘട്ടം എത്രയാണ്? ആ കാലഘട്ടം കഴിഞ്ഞിട്ടേ അവൾക്ക് മറ്റൊരു വിവാഹം പാടുള്ളൂ. അങ്ങനെയുള്ള ഒരു കാലഘട്ടം, അതിനാണ് എന്ത് പറയാ? വിധവയുടെ ഇദ്ദ കാലഘട്ടം എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിന്റെ പുറമെ അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് കൃത്യമായി തന്നെ ആ കാലയളവിൽ അവൾ പാലിക്കേണ്ടുന്ന ചില ആചാരങ്ങളുണ്ട്. ഭർത്താവ് മരണപ്പെട്ട ഒരു വിധവയായ സ്ത്രീ അവൾ പാലിക്കേണ്ടുന്ന ചില ആചാരങ്ങളുണ്ട്. അതിനുശേഷം പറയുന്നുണ്ട്, സുഗന്ധണിയാൻ പാടില്ല, അലങ്കാര വസ്ത്രങ്ങൾ പാടില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ദുഃഖാചരണം, തന്റെ ഭർത്താവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സ്ത്രീയുടെ ദുഃഖാചരണം, അതിന് അറബിയിൽ ഹിദാദ് എന്ന് പറയും. ഹിദാദ്. ഇദ്ദ സാധാരണഗതിയിൽ എല്ലാവർക്കും ഉള്ളത്, വിവാഹമോചിതയാണെങ്കിലും ഭർത്താവ് മരണപ്പെട്ടവണ്ണാണെങ്കിലും കാത്തിരിപ്പിന്റെ കാലഘട്ടം ഇദ്ദ, അതെല്ലാവർക്കും ഒരുപോലെ. ഒരുപോലെ എന്ന് പറഞ്ഞാൽ ഒരേ കാലഘട്ടം എന്നല്ല, പേരങ്ങനെയാണ്. എന്നാൽ അതിന്റെ പുറമെ ഭർത്താവ് മരണപ്പെട്ടിട്ടുള്ള വിധവയായ സ്ത്രീ ചില നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട് അവളുടെ ആ ഇദ്ദ കാലഘട്ടത്തിൽ. ദുഃഖാചരണം അവൾക്കുണ്ട്. അതിനാണ് അറബിയിൽ ആ ദുഃഖാചരണത്തിനാണ് ഹിദാദ് എന്ന് പറയുന്നത്. അതവർക്ക് ബാധകമാണ്. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഈ യാഥാർത്ഥ്യങ്ങളുണ്ട്. ഞാൻ നിങ്ങളെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ച സൂറത്തുൽ ബഖറയിലെ 234 ആയത്താണ്. അതിൽ അല്ലാഹു വിധവയുടെ ഇദ്ദ കാലത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. വല്ലദീന യുതവഫൗന മിൻകും വയദറൂന അസ്വാജൻ യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന 4 അശ്ഹുരിൻ വഅശ്റാ ഫഇദാ ബലഗ്നാ അജലഹുന്ന فلا جناح عليكم فيما فعلن في أنفسهن بالمعروف والله بما تعملون خبير. والذين يتوفون منكم, നിങ്ങളിൽ നിന്നും മരണപ്പെടുന്ന ആളുകൾ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും മരിച്ചു പോകുന്നവർ. ഏത് നിലക്ക്? വയദറൂന അസ്വാജൻ, ഇണകളെ ഉപേക്ഷിച്ചുകൊണ്ട് ഭാര്യമാര് ജീവിച്ചിരിക്കെ ഭർത്താക്കന്മാര് മരണപ്പെടുന്ന ആളുകൾ. യതറബ്ബസ്ന, ആ സ്ത്രീകൾ കാത്തിരിക്കേണ്ടതുണ്ട്. ബിഅൻഫുസിഹിന്ന, അവരുടെ ദേഹങ്ങളുമായി. മറ്റൊരാളുടെ വിവാഹത്തിന് ഒരുങ്ങാതെ, മറ്റൊരു വിവാഹത്തിന് സന്നദ്ധമാവാതെ, മറ്റൊരു വിവാഹം നടക്കാതെ ചില നിയമങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈ സ്ത്രീകൾ കാത്തിരിക്കേണ്ടതുണ്ട് അവരുടെ ദേഹങ്ങളുമായി. എത്ര കാലമാണ് അവർക്ക് കാത്തിരിക്കേണ്ടുന്ന കാലം? 4 അശ്ഹുരിൻ വഅശ്റാ, 4 മാസവും 10 ദിവസവും. 4 മാസവും 10 ദിവസവുമാണ് ഒരു വിധവയുടെ ഇദ്ദാകാലം. ഫഇദാ ബലഗ്നാ അജലഹുന്ന, അവരുടെ ആ അവധി പൂർണ്ണമായി കഴിഞ്ഞാൽ, അതെത്തിക്കഴിഞ്ഞാൽ, ഫലാ ജുനാഹ അലൈക്കും, നിങ്ങളുടെ മേൽ കുറ്റമേതുമില്ല, ഫീമാ ഫഅൽന ഫീ അൻഫുസിഹിന്ന ബിൽ മഅറൂഫ്, സദാചാര മര്യാദ അനുസരിച്ച്
അവരുടെ കാര്യത്തിൽ അവരെന്ത് തീരുമാനമാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്കതിൽ പ്രശ്നമൊന്നുമില്ല. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും വളരെ സൂക്ഷ്മമായി അറിയുന്നവൻ തന്നെയാകുന്നു. ആദ്യ കാലഘട്ടത്തിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ 1 കൊല്ലത്തോളം കാത്തിരിക്കണമെന്നതായിരുന്നു നിയമം. 1 കൊല്ലം അവർ കാത്തിരിക്കണമെന്നതായിരുന്നു നിയമം. അതും പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പിന്നീട് ആ നിയമത്തെ ദുർബലപ്പെടുത്തിക്കൊണ്ട് 1 കൊല്ലം ഇനി കാത്തിരിക്കേണ്ടതില്ല, 4 മാസവും 10 ദിവസവുമാണ് കാത്തിരിക്കേണ്ടത്. ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിറഞ്ഞു നിൽക്കുന്നൊരു വിഷയമാണ് ഈ വിധവയുടെ ഇദ്ദ എന്ന് പറയുന്നത്. ഭർത്താവ് മരിച്ച ഒരു പെണ്ണിന്റെ ഇദ്ദയെ സംബന്ധിച്ച് സമൂഹത്തിൽ ഒരുപാട് തെറ്റായ ധാരണകൾ നിലനിൽക്കുന്നുണ്ട്. മുൻകാല സമൂഹങ്ങളിൽ തന്നെയും പല രീതിയിലുള്ള പീഡനങ്ങളാണ് ഈ വിഷയത്തിൽ നിലനിന്നിരുന്നത്. ക്രൂരമായ പെരുമാറ്റമാണ് ആ പെണ്ണിനോട് കാണിച്ചിരുന്നത്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഇവിടുത്തെ ഭരണാധികാരികൾ നിർത്തൽ ചെയ്യാൻ വേണ്ടി പാടുപെട്ട ഒരു സമ്പ്രദായമാണ് സതീ സമ്പ്രദായം എന്നറിയപ്പെടുന്നത്. 1829 നിയമവിരുദ്ധമായി അത് പ്രഖ്യാപിക്കപ്പെട്ടത് വില്യം ബെന്റിക് പ്രഭുവിന്റെ ഭരണകാലത്താണെന്ന് ഇന്ത്യ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് സതി എന്ന് പറയുന്ന സമ്പ്രദായം? ഒരു സ്ത്രീയുടെ ഭർത്താവ് മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ പെണ്ണിന് പിന്നെ ജീവിച്ചിരിക്കാൻ യോഗ്യതയില്ല. ആ ഭർത്താവിന്റെ കൂടെ ഭർത്താവിനെ കത്തിച്ച് ചാമ്പലാക്കി വെണ്ണീറാക്കുന്ന ആ ശവകുടീരത്തിൽ, അതല്ലെങ്കിൽ ആ ശവം ദഹിപ്പിക്കുന്ന അതിന്റെ കൂടെ ആ പ്രത്യേകമായ തീയിലേക്ക് ഈ പെണ്ണും എടുത്തു ചാടി ആത്മാഹുതി നടത്തണം. പെണ്ണും ജീവൻ കളയണം. അങ്ങനെ സതി നടത്തണം. സതി എന്ന് പറയുന്ന സമ്പ്രദായത ഭർത്താവിന്റെ ചിതയിലേക്ക് പെണ്ണും ചാടി അവളും മരിക്കണം. അല്ലെങ്കിൽ അവള് ചാടൂല, അവളെ പിടിച്ചെറിയും ബന്ധുക്കള്. ഇവിടെ ജീവിക്കാൻ യോഗ്യല്ല എന്നാണ്. ഭർത്താവ് പോയില്ല, ഇനി നീയും കൂടെ പോണ്ടതാണ്. അങ്ങനെ പിടിച്ചെറിഞ്ഞൊരു നമ്മുടെ ഇന്ത്യ രാജ്യത്ത്. മാത്രല്ല, അങ്ങനെ സതി അനുഷ്ഠിച്ച പെണ്ണുങ്ങളൊക്കെ വാഴ്ത്തപ്പെട്ടവളായിരുന്നു ഇന്ത്യ രാജ്യത്ത് ഒരു കാലഘട്ടത്തിൽ. അവളെ വിളിച്ചിരുന്നത് തന്നെ എന്താ? സതീദേവി എന്നാണ്. പിന്നെ ദേവിയായി മാറുകയാണ്. വലിയ പുണ്യകർമ്മമാണ് ചെയ്തത് എന്നുള്ള മട്ടിൽ. ഭർത്താവ് മരിച്ചാൽ പിന്നെ ജീവിച്ചിരിക്കാൻ യോഗ്യതയില്ല. ആ ഭർത്താവിന്റെ ചിത എരിഞ്ഞടങ്ങുന്നതിന്റെ മുമ്പേ പെണ്ണതിലേക്ക് എടുത്തു ചാടണം. ചാടാറില്ല, ചാടിപ്പിക്കാറാണ്, എടുത്തെറിയാറാണ് പതിവുള്ളത്. അങ്ങനെ ആ ജീവനുള്ള ശരീരം, എത്രയെത്ര ജീവനുള്ള ശരീരങ്ങൾ അങ്ങനെ ഭർത്താവിന്റെ ചിതയിൽ ഹോമിച്ച് എരിഞ്ഞടങ്ങി. ഇത് ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിലുള്ളതാണ്. അത് നിർത്തൽ ചെയ്യാൻ ഒരുപാട് പ്രയാസം അനുഭവിച്ചിട്ടുണ്ട് ഈ രാജ്യത്ത് എന്നാണ് ചരിത്രം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ശക്തമായ നടപടികൾ ഇതിനെതിരെ മുഗൾ ഭരണകാലത്ത് സ്വീകരിച്ചു എന്നതായിരുന്നു. ഔറംഗസേബ് ഹിന്ദുക്കൾക്ക് ഏറെ അനിഷ്ടകരമായ വ്യക്തിത്വമായി മാറാനുള്ള പല കാരണങ്ങളിൽ ഒന്ന്. ഇന്നും സംഘികൾക്ക്, ഇന്നും സംഘപരിവാറിന്റെ ശക്തികൾക്ക്, ഇന്നും ഫാസിസത്തിന് മുഗൾ ഭരണകാലം എന്ന് പറയുമ്പോഴേക്ക് തന്നെ ഓക്കാനമാണ്. അതിൽ ഏറ്റവും കൂടുതൽ അവർ വെറുക്കുന്ന വ്യക്തിത്വമാണ് ഔറംഗസേബ്. എന്താ അയാളോടുള്ള വെറുപ്പിന്? അദ്ദേഹത്തോടുള്ള വെറുപ്പിന്റെ പല കാരണങ്ങളിൽ ഒരു കാരണം സതീ സമ്പ്രദായം എന്ന് പറയുന്ന ക്രൂരമായ, ഈ ഏറ്റവും മോശപ്പെട്ട മനുഷ്യത്വരഹിതമായ കാട്ടാളത്വം നിറഞ്ഞ ഈ ഒരു സമ്പ്രദായത്തെ ശക്തമായി അദ്ദേഹം എതിർത്തിരുന്നു എന്നതായിരുന്നു ഹൈന്ദവ സവർണരുടെ ഏറ്റവും വലിയ എതിർപ്പുകൾക്ക് ഔറംഗസേബ് വിധേയനാകാനുണ്ടായ കാരണങ്ങളിൽ ഒന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ എത്രത്തോളം അത് ഇവിടെ മൂടുറച്ചൊരു സമ്പ്രദായമായിരുന്നു. വിധവയെ അങ്ങനെയാണ് സമീപിച്ചിരുന്നത്. മനസ്സിലാക്കണം ഇസ്ലാമിന്റെ മഹത്വം. വൈദേശിക മതമാണ് ഇസ്ലാമെന്നും, ഇസ്ലാം എന്ന് പറയുന്നത് ഇവിടെയുള്ള ഹൈന്ദവ ഫാസിസ്റ്റുകൾ അല്ലാത്തവരൊക്കെ ഈ രാജ്യത്തിലേക്ക് അന്യരാജ്യങ്ങളിൽ നിന്ന് കുടിയേറി പാർത്തവരാണെന്നും അവരൊക്കെയും ഭാരതം എന്ന മാതാവിന്റെ, ഭാരതാംബയുടെ കണ്ണിലെ കരടുകളാണെന്നും ആ കരടുകൾ നീക്കണമെന്നും ഭാരതാംബയുടെ ശരീരത്തിൽ ബാധിച്ചിട്ടുള്ള ക്യാൻസറുകളാണ് വൈദേശിക മതങ്ങളും മതക്കാരുമെന്നും അതിനെ അറുത്തു മുറിച്ച് നീക്കാതെ ഭാരതാംബയോടുള്ള കടമ തീരില്ലെന്നും ഫാസിസം എന്നും ഇന്നും അന്നും പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് മനസ്സിലാക്കിയിട്ടില്ല അവിടെ എന്തായിരുന്നു ഭാരതാംബയുടെ ചരിത്രം, എന്തായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന ഹൈന്ദവ ആചാരങ്ങള്, എന്തൊക്കെയായിരുന്നു നിലനിന്നിരുന്നത്. ഇസ്ലാം എന്താ പറഞ്ഞത്? ഇസ്ലാം വിധവക്ക് മാനവും സ്ഥാനവും ആദരവും നൽകിയ മതമാണ് ഇസ്ലാം. മനസ്സിലാക്കണം. അസ്സാഇ അലൽ അർമിലതി വൽ മിസ്കീനി കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ കാണാം, അസ്സായി അലൽ അർമില, വിധവകൾക്ക് വേണ്ടി ഓടി നടക്കുന്നവൻ, വിധവകളുടെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി ഓടി നടക്കുന്നവൻ, വിധവകളുടെ കണ്ണീരൊപ്പാൻ വേണ്ടി ഓടി നടക്കുന്നവൻ, വിധവകളുടെ കഷ്ടതകൾ തീർക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവൻ, വൽ മിസ്കീൻ, അഗതികളുടെയും വിധവകളുടെയും ഒക്കെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ഓരോ വ്യക്തിയും കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ സമരം നടത്തുന്ന, അല്ലാഹുവിന്റെ മാർഗത്തിൽ പോരാടുന്ന, റബ്ബിന്റെ ദീനിന്റെ വളർച്ചയിൽ പോരാടുന്ന ധീരനായ ഒരു മുജാഹിദിന്റെ പ്രതിഫലമാണ് അവന് കിട്ടാനുള്ളത്. ഇസ്ലാം വിധവകൾക്ക് കൊടുത്ത സ്ഥാനം നോക്ക്. ചുട്ടു കൊല്ലണം എന്ന് ഒരു ഭാഗത്ത് പറയുമ്പോ ഇസ്ലാം പറയും, അയ്യോ ആദരിക്കണം, അവർക്ക് വേണ്ടി കഷ്ടപ്പെടണം, അവർക്ക് വേണ്ടി അധ്വാനിക്കണം, അവർക്ക് വേണ്ടിയുള്ള ആശ്വാസത്തിന്റെ റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തണം. അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടാൻ ഇറങ്ങുന്ന മുജാഹിദിനെ പോലെയാണ്, അത്ര പുണ്യമുള്ള കാര്യമാണിത് എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. തീർന്നില്ല, റിപ്പോർട്ട് ചെയ്യുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയാണ്, വഅഹ്സിബുഹു ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര കൂടി പറഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വകൽ ഖായിമിൽ ലദീ ലാ യഫ്തുറു വകസ്സായിമിൽ ലദീ ലാ യഫ്തിറു, അതേ രാത്രി മുഴുവൻ എഴുന്നേറ്റ് നിസ്കരിക്കുന്നവന്റെ പുണ്യമാണ്, തളർച്ചയില്ലാതെ രാത്രി മുഴുവൻ നിസ്കരിക്കുന്നവനെ പോലെയാണ് വിധവക്കും അഗതികൾക്കുമൊക്കെ വേണ്ടി കഷ്ടപ്പെടുന്നവര്. വകസ്സായിമി ലാ യഫ്തിറു, അതേ എല്ലാ പകലിലും നോമ്പെടുക്കുന്ന അത്തരത്തിലുള്ള നോമ്പുകാരുടെ പുണ്യം പോലെയാണ്. അത്രയും പുണ്യമുള്ള സംഗതിയാണ് വിധവകൾക്ക് വേണ്ടി, അഗതികൾക്ക് വേണ്ടിയൊക്കെ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ആലോചിച്ചു നോക്കണം. അപ്പൊ ഇങ്ങനെയാണ് ഇസ്ലാം കണ്ടത്. ഇവര് കണ്ടതോ ഈ രൂപത്തിൽ, സതീ സമ്പ്രദായം. ഇനി മാത്രല്ല, ഇതിന് സതിയൊക്കെ നിർത്തലാക്കിയപ്പോ തന്നെയും എന്താ ജനവിഭാഗങ്ങളിൽ പലപ്പോഴും പലയിടത്തും നിലനിൽക്കുന്നതെന്താ? സതി പോയെങ്കിലും അതിൻ്റെതായ ആ രൂപത്തിലുള്ള ആചാരങ്ങളുടെ കുടുക്കുകളും മാറാപ്പുകളും ഈ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്. എന്താ പറയുന്നത്? ജീവിച്ചിരുന്നാൽ തന്നെയും പിന്നീട് ഒരു വിവാഹത്തിന് അവൾക്ക് പാടില്ല, വിധവയെ പിന്നാരും കല്യാണം കഴിക്കാൻ പാടില്ല. അങ്ങനെ നിത്യവൈധവ്യം, അവൾ വിധവയാണ്, അങ്ങനെ തന്നെയാണ് ജീവിച്ചു മരിച്ചോളുക. വേറൊരു പുതിയാപ്പിളക്ക് വേറൊരു ഭർത്താവിന് വാഴാനൊന്നും പിന്നെ അവൾക്ക് പാടില്ല എന്നുവരെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന, ഫലത്തിൽ അതിനു വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഒരു കല്യാണത്തിനൊരു പെണ്ണ് മോഹിച്ചാൽ വരെ പല ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവളെ അതിൽ നിന്ന് പിറകോട്ട് പിടിച്ചു വലിക്കുന്ന ബന്ധുക്കളാണ് പലയിടത്തും ഉള്ളത്. വളരെ ഗൗരവമാണ്, വളരെ ഗൗരവമാണ്. അത് അവരോട് ചെയ്യുന്ന ക്രൂരതയാണ്. ഇസ്ലാം വളരെ കൃത്യമായിട്ടാണ് ആ മേഖലയിൽ ഇടപെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചരിത്രം, സഹാബാ കിറാം റളിയല്ലാഹു അൻഹും അവരുടെയൊക്കെ ചരിത്രം, എത്രയെത്ര വിധവകളെയാണ് അവർ യാതൊരു മടിയും കൂടാതെ ഏറ്റെടുത്തത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യമാരിൽ പലരും ആരായിരുന്നു? വിധവകളായിരുന്നു. വിധവകളല്ലേ? പല ഭാര്യമാരും വിധവകളായിരുന്നില്ലേ? ഭർത്താക്കന്മാര് മരിച്ചവര്, അവരെയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റെടുത്തത്? സഹാബാ കിറാമിന്റെ ചരിത്രത്തിലും നമുക്കത് വായിക്കാം. ധാരാളം സഹാബിമാർ വിധവകൾക്ക് സംരക്ഷണം കൊടുത്തോർ വിവാഹം കഴിച്ചു. അതാ ഇസ്ലാമിന്റെ ചരിത്രം. ഇസ്ലാം അതാണ് വളരെ കൃത്യമായി പറഞ്ഞത്. എന്നാൽ ജാഹിലിയ കാലഘട്ടത്തിൽ അറബികൾ വിധവകളുടെ നേരെ സ്വീകരിച്ചിരുന്ന ഇസ്ലാം വരുന്ന കാലഘട്ടത്തിന്റെ മുമ്പുള്ള ജാഹിലിയത്ത്, എന്താ വിധവകളോട് അവർ സ്വീകരിച്ചിരുന്ന നടപടി എന്തായിരുന്നു? പരിശുദ്ധ ഖുർആൻ സൂറത്ത് നിസായിൽ നമുക്ക് വളരെ കൃത്യമായി കാണാം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ യഹില്ലു ലക്കും അൻ തരിസുൻ നിസാഅ കർഹാ, ഓ വിശ്വാസികളെ, ലാ യഹില്ലു ലക്കും, നിങ്ങൾക്ക് ഹലാലല്ല, ഹറാമാണ്, നിങ്ങൾക്ക് അനുവദനീയമല്ല, അൻ തരിസുൻ നിസാ, സ്ത്രീകളെ നിങ്ങൾ അനന്തരം എടുക്കാൻ പാടില്ല, കർഹാ, നിർബന്ധിച്ചുകൊണ്ട്. നിർബന്ധമായിട്ട് സ്ത്രീകളെ നിങ്ങൾ അങ്ങ് അനന്തരമെടുക്കരുത്, അതിന് നിയമങ്ങൾ പാലിക്കണം, നിങ്ങൾക്കതിന് അവകാശമില്ല. ഈ ആയത്തിറങ്ങാനുള്ള പശ്ചാത്തലം പണ്ഡിതന്മാര് പറയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുകയാണ്. ഖാല, അദ്ദേഹം പറയുന്നു, കാനൂ ഇദാ മാത്തർ റജുലു, ജാഹിലിയത്തിന്റെ സംസ്കാരം എന്തായിരുന്നുവെന്നോ, ഒരാള് മരിച്ചു കഴിഞ്ഞാൽ, ഒരു പുരുഷൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ, കാന ഔലിയാഉഹു, ആ ഭർത്താവിന്റെ ബന്ധുക്കളായിരുന്നു അഹഖു ബിംറഅതിഹി,
ആ മരണപ്പെട്ട വ്യക്തിയുടെ ഭാര്യയുടെ കാര്യത്തിൽ അവകാശികൾ. പെണ്ണിന്റെ വാപ്പാക്കും പെണ്ണിന്റെ ആങ്ങളാർക്കൊന്നുമല്ലായിരുന്നു അവകാശം. കൈകാര്യത്തിനുള്ള അവകാശമൊക്കെ ജാഹിലിയത്തിൽ ആർക്കായിരുന്നു? ഭർത്താവ് മരണപ്പെട്ട വിധവയുടെ ആ ഭർത്താവിന്റെ ബന്ധപ്പെട്ടവർക്കാണ് ഈ പെണ്ണിനെ കൈകാര്യം ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നത്. എന്നിട്ട് എന്താ അവര് ചെയ്യാ? ഇൻഷാ ബഅ്ളുഹും തസവ്വജഹാ, അവളുടെ ഭർത്താവിന്റെ കുടുംബക്കാരിൽ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇവളെ കല്യാണം കഴിക്കും. തസവ്വജഹാ വഇൻ ശാഉ സവ്വജൂഹാ, ഇനി അവർക്കൊന്നും വേണ്ടെങ്കിൽ അവരാണ് വേറൊരാൾക്ക് എന്ത് ചെയ്യാ? കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക. അവളുടെ വാപ്പയും ബന്ധപ്പെട്ടവരൊന്നുമല്ല, ഭർത്താവിന്റെ ആൾക്കാർക്ക് എല്ലാ അവകാശം. അവർക്ക് വേണമെങ്കിൽ അവരെന്നെ കല്യാണം കഴിക്കും, ഇല്ലെങ്കിൽ പുറത്തേക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കും. വൈൻ ഷാവു ലം യുസവ്വിജൂഹാ, ഇനി അവരുദ്ദേശിക്കുന്നില്ലേ എന്നാ പുറത്തേക്കും കൊടുക്കൂല. അങ്ങനെ ആ പെണ്ണിനിട്ട് സ്വീപ്പാക്കും. അവളുടെ എല്ലാ മുതലും കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ കൈകാര്യം ചെയ്യും. മറ്റൊരു കല്യാണത്തിന് അനുവദിക്കൂല. കെട്ടുകയാണെങ്കിൽ അവരെ കെട്ടുള്ളൂ, അല്ലെങ്കിൽ അവര് കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം. അല്ലെ അവരുദ്ദേശിച്ചിട്ടില്ലേ ആ പെണ്ണ് നിത്യ വിധവയായിട്ട് അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കണം. ഇതായിരുന്നു അവരുടെ സംസ്കാരം. അവർക്കായിരുന്നു ആ പെണ്ണിന്റെ കുടുംബക്കാരെക്കാളും അവളുടെ മേൽ അവകാശമുണ്ടായിരുന്നത്. ഫനസലത് ഹാദിഹിൽ ആയ, അപ്പോഴാണ് റബ്ബ് ഈ ആയത്ത് അവതരിപ്പിക്കുന്നത്. വിശ്വാസികളെ, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ജാഹിലിയത്താണത്. ലാ യഹില്ലു ലക്കും, നിങ്ങൾക്ക് അനുവദനീയമല്ല, അൻ തരിസുൻ നിസാഅ കർഹാ, സ്ത്രീകളെ നിങ്ങൾ അവരുടെ ഭർത്താക്കന്മാരുടെ മരണശേഷം നിങ്ങൾ അനന്തരമെടുക്കല്ല. അവർക്ക് അവകാശമുണ്ട്, അവൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ അവകാശം സ്ത്രീകൾക്ക് ആദ്യമായി നൽകിയത് അല്ലാഹുവിന്റെ ദീനുൽ ഇസ്ലാമാണ്. നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. മാത്രല്ല, ഭർത്താവിന്റെ സ്വത്തിലും ഒരു അവകാശം കൊടുത്തിരുന്നില്ല, അതും മനസ്സിലാക്കണം. ഭർത്താവ് മരണപ്പെട്ടു കഴിഞ്ഞാൽ ജാഹിലിയത്തിന്റെ സമ്പ്രദായം എന്താ? മരിച്ചുപോയ ഭർത്താവിന്റെ സ്വത്ത് ഈ വിധവയായ ഭാര്യക്ക് കിട്ടുമോ? കിട്ടൂല. അതെന്റെ ഭർത്താവ് മരിച്ചു, ഇനി എനിക്കതിലൊന്നിനും അവകാശമല്ല. എത്ര സമ്പന്നനായ ഭർത്താവാണെങ്കിലും, ഈ പെണ്ണ് എത്ര ദരിദ്രയാണെങ്കിലും, തന്റെ ഭർത്താവിന്റെ സ്വത്തിൽ നിന്ന് ഒരു മണി, ഒരു ഫിൽസ് ജാഹിലിയ കാലഘട്ടത്തിൽ അറബികൾ വിധവക്ക് കൊടുക്കൂലായിരുന്നു. മനസ്സിലാക്കണം എന്താ ഇസ്ലാം ലോകത്തെ സ്ത്രീകളോട് ചെയ്ത്. സ്ത്രീകൾക്ക് വരെ ഇതറിയില്ല. എന്ത്? ഇസ്ലാം ഞങ്ങളോട് ചെയ്ത കാരുണ്യം. ഇസ്ലാമിനോട് എന്നും കടപ്പെട്ടിരിക്കുന്നു ഞങ്ങളെന്ന്. ഞങ്ങൾക്ക് സമൂഹത്തിൽ നട്ടെല്ലുയർത്തി നിൽക്കാൻ അവകാശങ്ങൾ അനുവദിച്ച മതമാണ് ഇസ്ലാമെന്ന്. ഇസ്ലാം എന്ന നിഅമത്ത് ഞങ്ങൾക്ക് എത്രമാത്രം അല്ലാഹു അനുവദിച്ച് തന്നിട്ടുണ്ട് എന്ന സ്വാതന്ത്ര്യത്തിന്റെ കണക്കുകൾ മുസ്ലിം സ്ത്രീകൾക്ക് വരെ അറിയൂല. അതുകൊണ്ട് ഇസ്ലാമിന്റെ ലാബുകളിലൊക്കെ മീഡിയകളിൽ മുസ്ലിം പേരുള്ളവന്മാരും മുസ്ലിം പേരുള്ളവന്മാരും കയറിയിട്ട് ശരീഅത്തിന്റെ വക്താക്കളായിട്ട് ഇങ്ങനെ വലിയ വായിൽ സംസാരിക്കാറുണ്ട്. കണ്ടിട്ടില്ലേ നിങ്ങൾ? ചാനൽ ചർച്ചകളിലൊക്കെ മുസ്ലിം പ്രതിനിധികളെന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ആണും പെണ്ണും ഇസ്ലാം എന്ന പേര് പറയാൻ പോലും യോഗ്യതയില്ലാത്ത, അർഹതയില്ലാത്ത ചപ്പ് ചവറുകളാണ് പലപ്പോഴും ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പുരുഷപക്ഷത്തും സ്ത്രീപക്ഷത്തുമൊക്കെ മീഡിയകളിൽ ആളായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അവർക്കറിയില്ല, അറിയുന്നവരെ വിളിക്കൂല്ല. അവർക്കും അറിയാം, അറിയുന്നവരെ വിളിച്ചാൽ ഇസ്ലാമിന് വളർച്ചയെ കിട്ടുക. അപ്പൊ പൊട്ടന്മാരെ വിളിക്കുക, ഇതിനെപ്പറ്റി അറിയാത്തവരെ വിളിക്കുക, എന്നിട്ട് സമൂഹത്തിൽ ഇങ്ങനെ പ്രചരിപ്പിക്കും. കണ്ടോ, ഇതാണ് ഇസ്ലാം, ഇതാണ് ഇസ്ലാം, ഇതാണ് ഖുർആൻ. അങ്ങനെ ഇസ്ലാമിനെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കുക. ഇസ്ലാം വളരെ മോശപ്പെട്ട, സ്ത്രീകളോട് വളരെ കരുണയില്ലാത്ത, ക്രൂരത കാണിക്കുന്ന മതമാണ് മീഡിയ യോഗത്താകെ പ്രചരിപ്പിക്കുക. ഇതൊരു മീഡിയകളുടെ മാധ്യമ അജണ്ടയാണ്. അതവർ നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കും. ഏത് വിഷയം വരുമ്പോ നിങ്ങൾ നോക്കൂ, അതിനെക്കുറിച്ച് അവഗാഹമായി പറയാൻ കെൽപ്പുള്ള ഒരാളെ അവർ വിളിക്കൂല. അറിയാഞ്ഞിട്ടൊന്നുമല്ല, വിളിക്കൂല. കാരണം വിവരക്കേട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞാലേ ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ എപ്പോഴും ഇങ്ങനെ ലൈവാക്കി നിർത്താൻ പറ്റുള്ളൂ. വിവരക്കേടെന്ന് പറയുന്ന പ്രതിനിധികളായാലേ ഇസ്ലാമിനെങ്ങനെ ക്രൂരതയുടെ പര്യായമായി പ്രതിക്കൂട്ടിൽ ലൈവാക്കി നിർത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് അങ്ങനത്തെ ആൾക്കാരെ അപ്പോഴൊക്കെ വിളിക്കാം. പേരൊക്കെ ഹമീദ് എന്നോ വേറെന്തേലുമൊക്കെ ഉണ്ടാവും, പക്ഷേ പേരിൽ മാത്രമായിരിക്കും. അവർക്ക് ഇസ്ലാമിനെ പറ്റി ഒരു ബന്ധവും ഉണ്ടാവുകയില്ല. നമ്മൾ ഗൗരവത്തോടെ തിരിച്ചറിയണം. അതുകൊണ്ട് ഞാൻ ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരോടും പറയാണ്, ഈ വിഷയങ്ങളൊക്കെ വെറുതെ നിങ്ങൾ കേട്ടുപോയാൽ പോരാ, നോട്ട് ചെയ്ത് പഠിക്കണം. പറയേണ്ടടുത്ത് പറയാൻ കഴിയണം. സ്വകാര്യ സംഭാഷണങ്ങളിൽ, ഇമെയിലുകളിൽ, വാട്സപ്പ് മെസ്സേജുകളിൽ എവിടെയൊക്കെ ഇസ്ലാമിനെ പ്രബോധനം നടത്താനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നുവോ, ഇസ്ലാമിക ശരീഅത്തിന്റെ ഈ മഹിത മഹത്വങ്ങൾ പറയാൻ
അള്ളാഹുവിന്റെ ദീനിന്റെ കലിമത്തിന്റെ ഇഅ്ലാഇന് വേണ്ടി ശബ്ദിക്കാൻ. ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉൽയ, അള്ളാഹുവിന്റെ വചനങ്ങൾ എന്നും മികച്ചു നിൽക്കണം. അതിന് നാവ് ഉപയോഗിക്കേണ്ടിടത്ത് നാവ്, തൂലിക ഉപയോഗിക്കേണ്ടിടത്ത് തൂലിക ഉപയോഗിക്കാൻ നമ്മൾ പ്രാപ്തരാകണം. അതിനുള്ള കൃത്യമായ കോപ്പുകളാണ് അള്ളാഹുവിന്റെ പ്രമാണമായ വിശുദ്ധ ഖുർആനിലും അതിന്റെ ആധികാരിക വ്യാഖ്യാതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുവചനങ്ങളിലും നിറഞ്ഞു കിടക്കുന്നത്. അപ്പൊ ഇസ്ലാം വരുന്ന കാലത്ത് വിധവക്ക് സ്വത്തിലും എന്തില്ല? അവകാശമല്ല. എന്നാൽ പരിശുദ്ധ ഖുർആൻ എന്തു പറഞ്ഞു? സ്വത്ത് കൊടുക്കണം എന്നാ പറയുന്നത്. വലഹുന്ന റുബഉ മിമ്മാ തറക്തും ഇല്ലം യകുൽ ലക്കും വലദ് ഫഇൻ കാന ലക്കും വലദുൻ ഫലഹുന്ന സുമുനു മിമ്മാ തറക്തും. വിശുദ്ധ ഖുർആൻ 4-ാമത്തെ അധ്യായം സൂറത്തുൻ നിസായിലെ 12-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, വലഹുന്ന, ആ സ്ത്രീകൾക്ക് അവകാശമുണ്ട്, അർറുബഉ മിമ്മാ തറക്തും, ഓ ഭർത്താക്കളെ, നിങ്ങൾ മരിച്ചു പോകുമ്പോ നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോകുന്ന നിങ്ങളുടെ സ്വത്തിൽ നിന്ന് 4/1 നിങ്ങളുടെ ഭാര്യമാർക്ക് അവകാശപ്പെട്ടതാണ്. ഇല്ലം യകുൽ ലക്കും വലദുൻ, നിങ്ങൾക്ക് കുട്ടികളില്ലെങ്കിൽ. കുട്ടികളില്ലാത്ത ദമ്പതികളാണ്, കുട്ടികളില്ലാത്ത ഭർത്താവാണ്. ആ ഭർത്താവ് മരണപ്പെട്ടാൽ ഭാര്യക്ക് ഈ ഭർത്താവിന്റെ സ്വത്തിൽ നിന്ന് 4/1 അവർക്കുള്ളതാണ്. ഇനി ഫഇൻ കാന ലക്കും വലദുൻ, നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിലോ ഫലഹുന്ന സുമുനു, അപ്പോഴും വിധവകൾക്ക് അവകാശമില്ലെന്ന് നിങ്ങൾ പറയരുത്. ഫലഹുന്ന സുമുനു, എങ്കിൽ അവർക്ക് 1/8 ഉണ്ട്, 1/8 കൊടുക്കണം, 8/1 മിമ്മാ തറക്തും, നിങ്ങൾ വിട്ടേച്ചു പോകുന്ന സ്വത്തിൽ നിന്ന് നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിലും അവർക്ക് 8/1 അവകാശം കൊടുക്കണം. മക്കളില്ലെങ്കിൽ 4/1, മക്കളില്ലെങ്കിൽ 8/1. ഇത് വിധവക്കുള്ള അവകാശം. ഇസ്ലാം കൃത്യമായിട്ട് പറഞ്ഞതാണ്. അവിടെയാ മനസ്സിലാക്കേണ്ടത് എന്താ ഇസ്ലാം ലോകത്തിന് ചെയ്ത കാരുണ്യം എന്ന്. എല്ലാരും മനസ്സിലാക്കി ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ? 4/8 തോന്നുമ്പോ മൊഴിയില്ല. എല്ലാരും അങ്ങനെ മനസ്സിലാക്കി വെച്ചുപോയി. എന്താ അതേ മീഡിയകൾ പറഞ്ഞുള്ളൂ. മുസ്ലിമീങ്ങൾ പോലും ഇതിന്റെ അകത്തളത്തിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് റഹ്മാനായ നാഥൻ മനുഷ്യ സമുദായത്തിലെ ഒരു പാതി ഭാഗമായ സ്ത്രീ സമൂഹത്തോട് കാണിച്ച ഏറ്റവും വലിയ കാരുണ്യത്തിന്റെ നിയമങ്ങളെക്കുറിച്ച് പഠിച്ചില്ല, അറിവ് നേടിയില്ല. അറിവ് നേടാതെ വിവരക്കേട് വിളിച്ചു പറയുന്നവർ നേതാവായി മാറുകയും ചെയ്തു. ഈ ദുര്യോഗത്തിന് നമ്മൾ ഓരോരുത്തരുമാണ് പരിഹാരം കാണേണ്ടത്. പഠിച്ചറിയണം, പഠിച്ചറിഞ്ഞു പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കണം. മൗനികളാവരുത്. മൗനം പാലിക്കാൻ പിന്നെ വിവേകമൊന്നും വേണ്ട. സംസാരിക്കുമ്പോൾ വിവേകപൂർവ്വം സംസാരിക്കണം. വളരെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം അത്രക്കും സങ്കടകരമാണെന്ന് ലോകം ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ്. വളരെ കൃത്യമായി വാനോളം പുകഴ്ത്തുമായിരുന്നു ഇസ്ലാം എന്താണെന്ന് പഠിച്ചിരുന്നുവെങ്കിൽ. പക്ഷേ അത് പഠിക്കാൻ അനുവദിക്കാതെ അതിനെ മറക്കുടക്കുള്ളിൽ ഒതുക്കി നിർത്തുകയാണ്. ഇസ്ലാമിന്റെ മേന്മകൾ പുറം ലോകം അറിയരുതെന്നാണ് ലോകം കണക്ക് കൂട്ടുന്നത്. അത് പഠിക്കരുത്, അത് പഠിപ്പിക്കപ്പെടരുത്. എല്ലാവരുടെയും അജണ്ട അതാണ്, എല്ലാവരുടെയും ഉള്ളിലിരിപ്പതാണ്. നമ്മളെങ്കിലും, ഈ ഗ്രന്ഥത്തിന്റെ അവകാശികളായ നമ്മളെങ്കിലും വളരെ കൃത്യമായി ഇതിനെ സംബന്ധിച്ചൊക്കെ ബോധവാന്മാരാകേണ്ടതുണ്ട് എന്നാണ് ഈ അവസരത്തിൽ സാന്ദർഭികമായി എനിക്ക് എന്നോടും എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോടും ഉണർത്താനുള്ളത്. ശരി, ഇനി സഹോദരന്മാരെ, ഭർത്താവിന്റെ മരണശേഷം 2 കാര്യങ്ങൾ ഒരു സ്ത്രീ നിർബന്ധമായും ആചരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. ഒന്ന് ഇദ്ദയാണ്. ഇദ്ദ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, പുനർവിവാഹം നടത്തുന്നതിന്റെ മുമ്പ് പുനർവിവാഹത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാവുന്ന 4 മാസവും 10 ദിവസവും അവൾ വീട് വിട്ടു പോകാതെ ഭർത്താവിന്റെ ആ മരണം നടന്ന വീട്ടിൽ തന്നെ താമസിച്ച് കഴിച്ചു കൂട്ടുന്ന ഇദ്ദ കാലഘട്ടം 4 മാസവും 10 ദിവസവും. ആ കാലഘട്ടത്തിൽ തന്നെ ബാഹ്യമായ സൗന്ദര്യ പ്രകടനങ്ങളൊക്കെ അവൾ ഒഴിവാക്കണം. അങ്ങനെയുള്ള ബാഹ്യമായ സൗന്ദര്യ പ്രകടനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അവൾ എന്ത് ചെയ്യണം? ദുഃഖാചരണം നടത്തണം. അതാണ് അറബിയിൽ ഹിദാദ് എന്നറിയപ്പെടുന്നത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഹിദാദ് അല്ല, മലയാളി പറയുമ്പോൾ ഒക്കെ ഒരേപോലെ ഉണ്ടാവും. ഹിദാദ് നമുക്ക് ഹൗ ഹാവ് ഒക്കെ ഒരേപോലെ ഉണ്ടാവും. പക്ഷെ മുസ്ലിം ഉച്ചരിക്കുമ്പോ അങ്ങനെ ഉച്ചരിച്ചാ പോരാ. ഹിദാദ് എന്ന് പറയണം. ജീമിന് പുള്ളിയില്ലാത്ത ഹ ആണ് ഹിദാദ്. നമ്മളെ പല ആൾക്കാരുണ്ട് മുഹമ്മദ് നബി പ്രോഫറ്റ് മുഹമ്മദ് എന്ന് പറയും. പറയാൻ പാടില്ല കേട്ടോ, ഹറാമാണ്, ഹറാമാണ്. മുഹമ്മദ് എന്ന് പറയരുത്. നമുക്ക് മുഹമ്മദ് വരേണ്ട ഒരു നബിയില്ല, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു സ്തുതിക്കർഹനായിട്ടുള്ള മുഹമ്മദ്. മുഹമ്മദ് അഹ്മദ് ഒന്നും നമുക്കില്ല, അഹ്മദ.
അഹ്മദ്, മുഹമ്മദ്. മുസ്ലിമീങ്ങൾ അങ്ങനെ തന്നെ ഉച്ചരിക്കണം. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണമെങ്കിൽ നിർബന്ധമാണ് നമ്മുടെ അറബി പ്രൊനൗൺസിയേഷൻ, ഉച്ചാരണം വളരെ ക്ലിയർ ആയിരിക്കണം. അതാണ് തജ്വീദ്. ഭാഷ ഉച്ചരിക്കുമ്പോൾ, അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ അതിനോട് നീതി പുലർത്താൻ സാധിക്കണം. വളർന്നു വരുന്ന തലമുറ ഇതിൽ അലംഭാവം കാണിക്കുന്നു. കാരണം എന്താ? നമ്മളൊക്കെ ആസ്വദിക്കുന്നത് ഇംഗ്ലീഷും മലയാളമൊക്കെയാണ്. അപ്പൊ അതിൽ എച്ചിട്ട് കഴിഞ്ഞാൽ അതിലെന്ത് ഹ, അതിലെന്ത് ഹ. എല്ലാവർക്കും മുഹമ്മദ് എന്ന് വായിക്കും, മലയാളത്തിൽ ഹ എന്നാ കൊടുക്കുക. അതിലെന്ത് ഹെ, എന്ത് ഹ, നമ്മൾ അങ്ങനെ ഉച്ചരിക്കും. അപ്പൊ അതുകൊണ്ട് ഓർമ്മപ്പെടുത്തണം, ഈ പദം, ചില പദങ്ങളൊക്കെ ഇത് പറയാൻ സൂചിപ്പിക്കാൻ എന്താ കാര്യം, നമ്മളെ പല ആളുകൾക്കും അറബിയിലുള്ള പദങ്ങൾ ഉച്ചരിക്കും, പക്ഷേ കേൾക്കുമ്പോ നമ്മൾക്ക് വല്ലാത്ത സങ്കടം തോന്നും. ചിലപ്പോ കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ചില രക്ഷിതാക്കൾ ചോദിക്കും, അല്ല എന്റെ മോന് ജനിച്ചിട്ടുണ്ട്, ഈ ഹക്കീക്കത്ത് എപ്പോഴാ ഇറക്കണ്ട്? ഹക്കീക്കത്ത് എപ്പോഴാ ഇറക്കണ്ട്? ഹക്കീക്കത്ത് ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? ഹക്കീക്കത്ത് ഇറക്കുക. ഈ ശബ്ദം ശ്രവിക്കുന്ന പല ആളുകളും ഒരു പക്ഷേ അങ്ങനെ കേട്ടുണ്ടാവും, ഹക്കീക്ക ഇറക്കുക, അല്ലെങ്കിൽ അക്കീക്ക ഇറക്കുക. അക്കീക്കയില്ല, ഹക്കീക്കയില്ല, അഖീഖത്താണ്. അഖീഖ, ഐന്, ഖാഫ്, ഖാഫ്, അഖീഖത്ത്. അങ്ങനെ തന്നെ പറഞ്ഞു പഠിക്കണം. ഒരു ലജ്ജയൊന്നും അതിനെ വിചാരിക്കേണ്ടതില്ല. അസ്സലാമു അലൈക്കും അല്ല, അസ്സലാമു അലൈക്കും. മുസ്ലിമീങ്ങൾ ഫാത്തിഹ ഓതുമ്പോഴും നിസ്കരിക്കുമ്പോഴും ദിക്റുകൾ ചൊല്ലുമ്പോഴും അള്ളാഹുവിന്റെ അടുക്കൽ അതൊക്കെ മഖ്ബൂലായി തീരണമെങ്കിൽ ആ അക്ഷരങ്ങളോട് കൂറുപുലർത്തിയിട്ട് തന്നെ സംസാരിച്ച് പഠിക്കണം. അതിനൊന്നും ഒരു ലജ്ജ ഉണ്ടാകരുത്. മക്കൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ ഇങ്ങനെ പഠിക്കുമ്പോൾ ഇംഗ്ലീഷിന്റെ പ്രൊനൗൺസിയേഷനിൽ ആ ആർ എന്നുള്ള അക്ഷരം സൈലന്റ് ആവേണ്ട അടുത്ത് കുട്ടിയെങ്ങാനും ഫാർമർ എന്നൊന്ന് പറഞ്ഞു പോയി, മോനെ ഫോമർ എന്ന് പറയണം. അടി, ഫാമർ എന്താ? ആർ സൈലന്റ് അല്ലേ മോനെ? അവന് ഖുർആൻ ഓതുമ്പോ ഒരു പ്രശ്നമില്ല, എങ്ങനെ ഓതിയല്ല, അപ്പൊ അങ്ങനെയൊക്കെ തന്നെ അല്ലേ. അതിൽ വളരെ എക്സ്ക്യൂസ് കൊടുക്കും, വളരെ മൗനിയാണ്. ഇത് വായിക്കുമ്പോഴോ അത് മറ്റേ ഇംഗ്ലീഷ്, ഈ ഇംഗ്ലീഷിൽ തെറ്റാ നീ പറഞ്ഞു, എന്തിനാ നിന്നെയൊക്കെ ഞാൻ ഫീസും കൊടുത്ത് പറഞ്ഞയക്കണ്? ആ കുട്ടിഞ്ഞ് കേൾക്കാത്ത ശകാരങ്ങളൊന്നും ബാക്കി ഉണ്ടാവില്ല. സാന്ദർഭികമായിട്ട് പറയും. അതുമാതിരി ഓലോർക്ക വലിയ നാളാവുമ്പോ നമ്മൾ ആർക്കണത് ഓലോർക്ക. ചിലർ രണ്ടും മാറ്റി കൂട്ടി അനുസരിച്ച് എപ്പോഴാ ഓലോർക്കണ്ടത്? അത് ഇങ്ങോട്ടും മാറ്റി പറയും, അങ്ങോട്ടൊക്കെ മാറ്റി പറയും. സഹോദരങ്ങളെ, ആരെയും പരിഹസിക്കാനല്ല, നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി. അങ്ങനെ ഒരു തമാശയെ കൂടി പറഞ്ഞാലെങ്കിലും ആളുകൾ ഇതൊന്ന് മനസ്സിലാക്കിയാലോ. ഉളുഹിയ്യത്ത്, അതിന്റെ നിയമമുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ശരി, നമ്മളെ വിഷയതല്ല, സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അപ്പോ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ദുഃഖാചരണം ഇസ്ലാമിൽ രണ്ട് വിധത്തിലേ ഉള്ളൂ. രണ്ട് വിധത്തിലേ ദുഃഖാചരണമുള്ളൂ. അതെന്താ? ഒന്ന്, ഭർത്താവ് മരണപ്പെട്ട ഭാര്യക്ക് മാത്രമേ 4 മാസവും 10 ദിവസവും ദുഃഖാചരണം പാടുള്ളൂ. അല്ലാത്തവരുടെ ഒക്കെ മരണശേഷം 3 ദിവസത്തിലപ്പുറമുള്ള ഹിദാദ് ദുഃഖാചരണം പാടില്ല. 3 ദിവസത്തിലപ്പുറം ഒരാൾക്കും ദുഃഖാചരണം പാടില്ല. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ യഹില്ലു ലിംറഅത്തിൻ തുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ അൻ തുഹിദ്ദ ഫൗഖ 3 ലയാൽ ഇല്ലാ അലാ സൗജിൻ 4 അശ്ഹുരിൻ വഅശ്റാ. അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന ഒരു പെണ്ണിനും തന്നെ അനുവദനീയമല്ല, അവൾ ഹിദാദ് ആചരിക്കാൻ പാടില്ല, അഥവാ ദുഃഖാചരണം പാടില്ല. ഫൗഖ 3 ലയാൽ, 3 ദിവസത്തിനപ്പുറം ദുഃഖാചരണം പാടില്ല. ഇല്ലാ അലാ സൗജിൻ, ഒരു ഭർത്താവ് മരണപ്പെട്ട പെണ്ണൊഴികെ, അവൾ 4 അശ്ഹുരിൻ വഅശ്റാ, അവൾ ആ മരണത്തിന്റെ ദുഃഖാചരണം 4 മാസവും 10 ദിവസവും ആചരിക്കണം. 3 ദിവസത്തിലപ്പുറമുള്ള ഒരു ദുഃഖാചരണം ഇസ്ലാം ശറഅാക്കിയിട്ടുള്ളത് വിധവക്ക് മാത്രമേ ഉള്ളൂ. അല്ലാത്തവർക്കൊന്നും പാടില്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ അവിടുന്ന് ദീന് പഠിപ്പിച്ച, ദീന് കേട്ട സ്വഹാബാ വനിത ആങ്ങള മരിച്ചപ്പോ അവരെന്ത് ചെയ്യണം? 3 ദിവസം കഴിഞ്ഞപ്പോ അവരെന്ത് പറയണേ? ഒരല്പം സുഗന്ധം കൊണ്ടുവരൂ എന്ന് പറയണ്. അങ്ങനെ ത്വീബ് കൊണ്ടുവരാൻ പറഞ്ഞ് അവരുടെ കവിളിലും ശരീരത്തിലൊക്കെ പുരട്ടിയിട്ട് അവർ പറയണേ, എനിക്കിപ്പോ ഇന്ന് സുഗന്ധം ഉപയോഗിക്കാം, ആവശ്യം ഉണ്ടായിട്ടൊന്നുമല്ല ഞാനിങ്ങനെ ചെയ്യുന്നത്. പിന്നെ മറിച്ചെന്താ? അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, ഭർത്താവ് മരണപ്പെട്ട ഭാര്യയൊഴികെ വേറെ ഏത് കുടുംബങ്ങളായിരുന്നാലും ഒരാളുടെയും മരണത്തിന്റെ പേരിൽ 3 ദിവസത്തിലപ്പുറം ദുഃഖാചരണം പാടില്ല. അത് നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് എന്ന് മഹദി റളിയല്ലാഹു അൻഹാ അവര് പറയാൻ. അപ്പൊ നമ്മൾ ആലോചിക്കണം, അതാണ് ഇസ്ലാമികമായ നിയമം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ
പഠിപ്പിച്ചിട്ടുള്ള നിയമങ്ങൾ നോക്കൂ. സൈനബ റളിയല്ലാഹു തആല അൻഹ പറയാണ്, ഉമ്മു സലമത്ത് ബീവി പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യയാണല്ലോ, നമ്മുടെ ഉമ്മയാണല്ലോ ഉമ്മു സലമ ബീവി. അവര് പറയുന്ന ഒരു സംഭവം പറയാണ്, ജാഅത് ഇംറഅത്തുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാലത് യാ റസൂലല്ലാഹ് ഇന്ന ബനതി തുഫിയ അൻഹാ സൗജുഹാ وقد اشتكت عينها افتكحلها فقال رسول الله صلى الله عليه وسلم لا مرتين او ثلاثا كل ذلك يقول لا. എന്താ അതിൽ പറയുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സന്നിധിയിലേക്ക് ഒരു സ്ത്രീ കടന്നു വരികയാണ്. ആ സ്ത്രീ ഒരു മസ്അല ചോദിക്കുകയാണ് നബി തങ്ങളോട്. എന്താണ് അവർക്ക് ചോദിക്കാനുള്ള ചോദ്യം? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന ബനതി, എന്റെ മോള്, തൂഫിയ അൻഹാ സൗജുഹാ, അവളുടെ ഭർത്താവ് മരണപ്പെട്ടിരിക്കുന്നു. വഖദ് ഇസ്തകത ഐനുഹാ, അവളുടെ കണ്ണിന് ചില ചൊറിച്ചിലും ചില അസുഖങ്ങളും ഒക്കെയുണ്ട്. അഫതകഹലുഹാ, ഞാൻ അവൾക്ക് സുറുമ എഴുതി കൊടുക്കട്ടെയോ, അതല്ലെങ്കിൽ അവൾ സുറുമ എഴുതാൻ പറ്റുമോ, സുറുമയിടാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ, പാടില്ല, സുറുമ ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ ഈ സ്ത്രീ പിന്നെയും മറത്തൈനി ഔ സലാസൻ, രണ്ടാം തവണയും മൂന്നാം തവണയും ഒക്കെ ചോദിച്ചപ്പോ കുല്ലു ദാലിക യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ മറുപടി ഇല്ല, ലാ, പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. അപ്പൊ നിങ്ങൾ നോക്കൂ, അങ്ങനെ ഭർത്താവ് മരിച്ചൊരു വിധവയായ ഒരു സ്ത്രീ അലങ്കാരത്തിന് സുറുമ ഇടാൻ വരെ പാടില്ല. സുമ്മ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, നിങ്ങൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഇസ്ലാം ക്രൂരത ചെയ്തു എന്നല്ല. ഇന്നമാ ഹിയ അർബഅതു അശ്ഹുരിൻ വഅശ്റാ, ഒരു 4 മാസവും 10 ദിവസവുമല്ലേ നിങ്ങൾ കാത്തിരിക്കേണ്ടതുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം, വഖദ് കാനത് യഹ്ദാകുന്ന ഫിൽ ജാഹിലിയ്യ, ജാഹിലിയത്തിൽ നിങ്ങളുടെ സ്ഥിതി എന്തായിരുന്നുവെന്നോ നിങ്ങൾ അറിയണം. തർമീബിൽ ബഅറതി അലാ റഅസിൽ ഹൗലി, ഒരു കൊല്ലം പൂർത്തിയാവണ്ടേ, ഒരു കൊല്ലം വരെ പെണ്ണ് കാത്തിരിക്കേണ്ടി വരുമായിരുന്നില്ലേ? എന്നിട്ട് അവളുടെ ഇദ്ദ അവസാനിച്ചു എന്നെങ്ങനെയാ അറിയാറുള്ളത്? ഒട്ടകത്തിന്റെ കാഷ്ടം കൈകൊണ്ടെടുത്തിട്ട് അവൾ എറിയണം, അതായിരുന്നു അവരുടെ ആചാരം. ഒരു കൊല്ലം പെണ്ണ് കാത്തിരിക്കണം, ഇദ്ദ തീർന്നു എന്നറിയാലോ എങ്ങനെ? ഒട്ടക കാഷ്ടം എടുത്ത് എറിയ. പണ്ഡിതന്മാര് പറയണത്, ഒട്ടകക്കാഷ്ടം പോലെ മലിനായിരുന്നു, ഞാൻ അകപ്പെടുത്ത് പുറത്തേക്കിടുകയാണ്, നിന്റെ കഴിഞ്ഞു, മാലിന്യം തീരെയാണ് എന്നുള്ളതിന്റെ സൂചനയായിട്ട് ഒട്ടകത്തിന്റെ കാഷ്ടം എടുത്ത് പുറത്തേക്ക് എറിഞ്ഞിട്ടായിരുന്നു ഇദ്ദയിൽ ഒഴിവായിരുന്നത്. ആ ഒരു കൊല്ലം കാത്തിരിക്കുന്നതന്നെ എങ്ങനെ? ഇനി അതും കൂടെ കേട്ടോളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നുണ്ട് എങ്ങനെയാണ് ആ ഒരു കൊല്ലം അവർ കാത്തിരുന്നത്. അതും കൂടെ കേട്ടോളൂ. കാനത്തിൽ മർഅതു, ഒരു പെണ്ണ്, ഇദാ തൂഫിയ അൻഹാ സൗജുഹാ, അവളുടെ ഭർത്താവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ ദഖലത്ത് ഹിഫ്സൻ, ഒരു ഇരുട്ടറയിലേക്ക് ആ പെണ്ണിനെ അങ്ങ് പ്രവേശിപ്പിക്കും, ഒരു ഇരുട്ടുമുറിയിലേക്ക് ആ പെണ്ണിനെ അങ്ങ് പ്രവേശിപ്പിക്കും. വലബിസത്ത് ശർറ സിയാബിഹാ, ഏറ്റവും മലിനമുള്ള, ഏറ്റവും മാലിന്യമുള്ള വസ്ത്രമാണ് ആ പെണ്ണ് ധരിക്കേണ്ടി വരുന്നത്. വലം തമുസ്സ തീബാ, സുഗന്ധം ഉപയോഗിക്കാൻ അവൾക്ക് പാടില്ലായിരുന്നു. ഹത്താ തമുറ ബിഹാ സന, ഒരു കൊല്ലം വരെ അങ്ങനെ കഴിച്ചു കൂട്ടണം. ആലോചിച്ചു നോക്ക്, ഒരു പീഡനം, ഒരു കൊല്ലം അങ്ങനെ കഴിച്ചു കൂട്ടണം. എന്നിട്ടോ ഒരു കൊല്ലമായി കഴിഞ്ഞാൽ ഒന്നുകിൽ ഒരു കഴുതയെ കൊണ്ടുവരപ്പെടും, അതല്ലെങ്കിൽ ഒരു ആട്ടിനെ കൊണ്ടുവരപ്പെടും, അതല്ലെങ്കിൽ ഒരു പക്ഷിയെ കൊണ്ടുവരപ്പെടും. ഫതഫ്തല്ലു ബിഹി, എന്നിട്ട് ആ മൃഗത്തിന്റെയോ പക്ഷിയുടെയോ ബോഡിയിൽ ഇവളുടെ ബോഡി അവൾ നന്നായി ഉരസണം. ചില പക്ഷിനെയൊക്കെ പിടിച്ചു വളർന്ന് ഉരസുമ്പോഴേക്ക് ആ പക്ഷി ജീവൻ പോയിട്ടുണ്ടാവും. അത്ര ആ രൂപത്തിൽ ഇവളും ആകെ മാലിന്യായിട്ടുണ്ട്. പിന്നീട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഈ പെണ്ണ് പുറത്തേക്ക് വരുമ്പോ ഒട്ടക കാഷ്ടം അവൾക്ക് നൽകപ്പെടും, അതെടുത്തിട്ട് അവൾ പുറത്തേക്ക് എറിയണം. അതിന്റെയൊക്കെ ശേഷം പിന്നെ അവൾക്ക് കുളിക്കേ സുഗന്ധം ഉപയോഗിക്കേ ഒക്കെ ചെയ്യാം. ഇതായിരുന്നു സമ്പ്രദായം. ബുഖാരിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ജാഹിലിയ കാലത്ത് ഒരു കൊല്ലം ഇരുട്ട് മുറിയിൽ വളരെ മാലിന്യപൂർണമായ ഒരു അന്തരീക്ഷത്തിൽ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല, പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല, വെളിച്ചം കാണാൻ പാടില്ല, ഇരുട്ട് മുറി. മരിച്ചിട്ടും അധികം പുറത്തേക്ക് ഇറങ്ങുള്ളൂ. ആ രൂപത്തിലുള്ള പീഡനങ്ങളായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇസ്ലാം പറയുന്ന അള്ളാന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾക്ക് 4 മാസവും 10 ദിവസമല്ലേ പറഞ്ഞിട്ടുള്ളൂ, അതും വെളിച്ചം കാണാൻ പാടില്ല എന്ന് പറഞ്ഞോ, മാനം നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞോ,
ജാഹിലിയ്യത്തിന്റെ പഴകിപ്പുളിച്ച ചില സംസ്കാരങ്ങൾ നമ്മുടെ നാടുകളിലും വിധവകളുടെ നേരെ നിലനിൽക്കുന്നുണ്ടെന്ന്. ഭർത്താവ് മരിച്ച പെണ്ണിന് ഒരാളോട് മിണ്ടാൻ പാടില്ല, പുറത്തേക്കിറങ്ങാൻ പാടില്ല, മണ്ണ് ചവിട്ടാൻ പാടില്ല, മാനം നോക്കാൻ പാടില്ല, ചന്ദ്രനെ നോക്കാൻ പാടില്ല, കണ്ണാടിയിൽ നോക്കാൻ പാടില്ല. എന്തൊക്കെ നിയമങ്ങളാണ് ഇന്ന് വിധവകളുടെ ഇദ്ദക്കുള്ളത്? അതൊന്നും ഇസ്ലാം പഠിപ്പിച്ചതല്ല. പെണ്ണിന് കണ്ണാടിയിൽ നോക്കിക്കൂടെ? നോക്കാം. ഒരു ഫോൺ വന്നാൽ അറ്റൻഡ് ചെയ്യൂടെ? മറുതലക്കുള്ള ഒരാണാണെങ്കിൽ സംസാരിച്ചൂടെ? ബന്ധപ്പെട്ട ആളുകളെ കണ്ടൂടെ? അത്യാവശ്യ കാര്യത്തിന് പുറത്തു പോകേണ്ടി വന്നാൽ പുറത്തു പോയിക്കൂടെ? പുറത്തു പോകാം. ഇസ്ലാം അതിനൊക്കെ കൃത്യമായ നിയമങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മഹദിയായ ഉമ്മു അത്തിയ റളിയല്ലാഹു തആല അൻഹ പറയാണ്, കുന്നാ നുൻഹാ അൻ നുഹിദ്ദ അലാ മയ്യിത്തിൻ ഫൗഖ സലാസിൻ ഇല്ലാ അലാ സൗജിൻ അർബഅത അശ്ഹുരിൻ വഅശറാ വലാ നക്തഹില വലാ നുതയ്യിബ ولا نلبس ثوبا مصبوغا إلا ثوب عصب وقد رخص لنا عند الطهر إذا اغتسلت إحدانا من محيضها في نبذة من كست الأظفار. ബുഖാരിയിൽ കാണാം. ഉമ്മു അത്തിയ ബിബി റളിയല്ലാഹു തആല അൻഹ പറയാണ്, ഞങ്ങൾ ഒരു മയ്യത്തിന്റെ പേരിലും ദുഃഖാചരണം നടത്തരുതെന്ന് ഞങ്ങളോട് വിലക്കപ്പെട്ടിരുന്നു 3 ദിവസത്തിലപ്പുറം. ഇല്ലാ അലാ സൗജിൻ, ഭർത്താവ് മരണപ്പെട്ടാൽ ഒഴികെ. അത് അർബഅത അശ്ഹുരിൻ വഅശറ, 4 മാസവും 10 ദിവസവും. കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുക. ഈ 4 മാസവും 10 ദിവസവും എങ്ങനെയാ കണക്കാക്കേണ്ടത്? ഇംഗ്ലീഷ് മാസത്തിലല്ല. ഇസ്ലാമിലെ നോമ്പാണെങ്കിലും ഇദ്ദയുടെ കാലഘട്ടമാണെങ്കിലും ഒക്കെ എണ്ണേണ്ടത് നമ്മുടെ ഹിജ്രി കലണ്ടർ അനുസരിച്ചാണ്, അഥവാ ചന്ദ്രമാസത്തെയാണ് അടിസ്ഥാനമാക്കേണ്ടത്. ഭർത്താവ് മരിച്ച ആ സെക്കൻഡ് മുതൽ, എപ്പോഴാണോ മരണം നടന്നത് ആ സെക്കൻഡ് മുതൽ, ആ സമയം മുതൽ അവർക്ക് ഇങ്ങനെ എണ്ണിത്തുടങ്ങാം, ദിവസം എണ്ണാം. വിവരം, ഭർത്താവ് മരിച്ചിട്ട് 2-3-4 ദിവസമായി, പക്ഷെ അവൾക്ക് വിവരം കിട്ടിയൊരു 4 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും മരണം എന്ന് നടന്നോ അന്ന് മുതൽക്കുള്ള ഡേറ്റ് ആണ് കണക്ക് കൂട്ടേണ്ടത്. ഡിസംബർ 31 ഉണ്ട്, മറ്റേത് 31 ഉണ്ട്, അതൊന്നുമല്ല കണക്കൂട്ടേണ്ടത്. നമ്മൾ ഓരോ മാസവും ഹിലാല് കണ്ടോ, അറബി മാസം പൂർത്തിയായ ഒരു മാസം അർബഅത അശ്ഹുർ അങ്ങനെ കണക്കാക്കേണ്ടത്. അറബി മാസം 4 മാസവും പിന്നെ 10 ദിവസവും. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാലഘട്ടത്തിൽ വലാ നക്തഹില, ഞങ്ങളോട് വിരോധിച്ചിട്ടുണ്ട്. എന്ത്? സുറുമയിടരുത്. അതുപോലെ തന്നെ ഞങ്ങൾ സുഗന്ധം പൂശാനും പാടില്ല. അതേ അവസരത്തിൽ ഹൈലുള്ള പെണ്ണാണെങ്കിൽ ആർത്തവം കഴിഞ്ഞ് കുളിച്ച് ശുദ്ധിയാകുമ്പോ ആ ആർത്തവം കഴിഞ്ഞ് ശുദ്ധിയായ പെണ്ണിന് അവളുടേതായ ശരീരത്തിലുണ്ടാകുന്ന ദുർഗന്ധം അകറ്റാൻ വേണ്ടി അവരൽപ്പം സുഗന്ധം ആ ഭാഗത്ത് വെക്കുന്നതിന്, പുരട്ടുന്നതിന് വിരോധമില്ല. അതല്ലാത്ത സുഗന്ധങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ വലാ നൽബസ സൗബൻ മസ്ബൂഗാ, കളറുള്ള ഡ്രസ്സുകൾ, ചായം മുക്കിയിട്ടുള്ള ഡ്രസ്സുകൾ, അത് അലങ്കാരത്തിനാണല്ലോ ചായം മുക്കുന്നത്. അങ്ങനെയുള്ള കളർഫുൾ ഡ്രസ്സുകൾ ഞങ്ങൾക്ക് ധരിക്കാനും പാടില്ലായിരുന്നു. അതാണ് ഞങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുള്ളത്. എന്നാൽ സഹോദരിമാരെ, വെള്ളയുടുക്കണം എന്നൊരു നിയമമൊന്നുമില്ല. വിധവയായ പെണ്ണ് എന്നും വെള്ളയുടുക്കണം 4 മാസവും 10 ദിവസവും എന്ന നിയമമൊന്നുമില്ല. അലങ്കാരത്തിന്റെ വസ്ത്രമാകരുത്, അവൾ ആഭരണമണിയരുത്. മോതിരമുണ്ടെങ്കിൽ പോലും ഊരിവെക്കണം. അലങ്കാരമണിയരുത്, മൈലാഞ്ചി ഇടരുത്, സുറുമയിടരുത്, സുഗന്ധം ഉപയോഗിക്കരുത്. അലങ്കാരത്തിൻ്റെതായ രൂപത്തിലുള്ള ഒരു രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും നടത്തരുത്. മുഖത്ത് ചായം പൂശരുത്. അതുപോലെ തന്നെ സുഗന്ധദ്രവ്യം എത്രത്തോളം സുഗന്ധപൂരിതമായ സോപ്പാണെങ്കിൽ വരെ അത് മാറ്റിവെച്ചുകൊണ്ട് സുഗന്ധം കുറഞ്ഞ സോപ്പുകളാണ് അവൾ ഉപയോഗിക്കേണ്ടത്. അതൊക്കെ തീവ് ഉപയോഗിക്കുന്നതിന്റെ നിയമമായി കൊണ്ട് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ പെണ്ണിനെ പുറത്തേക്ക് ഇറക്കിക്കൂടാ. നേരത്തെ പറഞ്ഞതുപോലെ മാനത്തേക്ക് നോക്കാൻ പാടില്ല, മുറ്റത്ത് മണ്ണിൽ ചവിട്ടിക്കൂടാ, ആണുങ്ങളോട് സംസാരിച്ചുകൂടാ, ഫോൺ അറ്റൻഡ് ചെയ്തുകൂടാ, അടുക്കളയിൽ പോയിക്കൂടാ, ഭക്ഷണം പാകം ചെയ്തുകൂടാ, ചെടിയിൽ തൊട്ടുകൂടാ. പുറത്തേക്കിറങ്ങിയാൽ മറ്റുള്ളവര് കണ്ട ഭർത്താവ് മരിച്ച പെണ്ണിനെ കാണുന്നത് ദുശ്ശകുനമാണെന്ന് പറയുന്ന, മാപ്പിള മരിച്ച പെണ്ണാണ്, അവളെയാണല്ലോ ഞാൻ കണ്ടത് എന്ന് വിശ്വസിക്കുന്ന പെണ്ണുങ്ങളില്ലേ നമ്മുടെ നാട്ടിൽ? ഭർത്താവ് മരിച്ച പെണ്ണിന്റെ വീട്ടിലേക്ക് ഗർഭിണികളെ പറഞ്ഞേക്കാത്ത മഹല്ലുകളില്ലേ നമ്മുടെ നാട്ടിൽ? കാരണം അവള് മാപ്പിള മരിച്ചിരിക്കുകയാണ്, അവൾക്ക് ദുശ്ശകുനമുള്ള നേരമാണ്, കണ്ടാ നമുക്കും ബാധിക്കും. എന്തൊക്കെ അന്ധവിശ്വാസങ്ങളാ സമൂഹത്തിലുള്ളത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി ഏതൊക്കെ കാര്യമാണ് പഠിപ്പിച്ചു. വീട് വിട്ട് പുറത്തു പോകാൻ പറ്റുമോ? പുറത്തു പോകാൻ അത്യാവശ്യത്തിന് ഒരു പെണ്ണ് ജോലിക്കാരിയാണ്, അവൾക്ക് ലീവില്ല, അവൾ പുറത്തു പോയി ജോലി ചെയ്തിട്ടില്ലെങ്കിൽ ജോലി പോകും, അവൾക്ക് ആ വിഷയത്തിൽ നിർബന്ധ സാഹചര്യമാണ്, പോകാം, പുറത്തു പോകാം, ജോലിക്ക് പോകാം. പക്ഷേ രാത്രി മറ്റൊരിടത്ത് തങ്ങാൻ പാടില്ല, ഭർതൃഗൃഹത്തിലേക്ക് തന്നെ മടങ്ങി വരണം. ഭർത്താവ് എവിടെയാണോ എവിടെ വെച്ചാണോ മരണപ്പെട്ടതെങ്കിൽ അവിടെ വെച്ചാണ് ആ സ്ത്രീ ഇദ്ദ ആചരിക്കേണ്ടത്. എന്നാൽ അത് ഭർത്താവിന്റെ സ്വന്തം വീടായിരുന്നില്ല, വാടക വീടായിരുന്നു. ഇദ്ദ കഴിയുന്നതിന്റെ ഇടക്ക് ഫ്ളാറ്റിന്റെ വാടകയുടെ കാലഘട്ടം അങ്ങ് അവസാനിച്ചു പോകും, കോൺട്രാക്ട് തീർന്നു പോകും. എങ്കിൽ അവിടെ തന്നെ പിന്നെ നിൽക്കാൻ പറ്റൂലല്ലോ. അപ്പൊ എവിടേക്കാണ് പറ്റിയതെങ്കിൽ അങ്ങോട്ട് മാറാം. താൽക്കാലികമായി ഭർത്താവ് താമസിച്ചിരുന്ന സ്ഥലമാണ്, അതാ ഭർത്താവിന്റെ വീടെന്ന നിലക്കല്ലെങ്കിൽ അവിടെ ഇരുന്നോളണം എന്നില്ല. അതേ അവസരത്തിൽ ഭർത്താവിന്റെ വീടാണെങ്കിൽ ആ വീട്ടിൽ തന്നെയാണ് കഴിച്ചു കൂട്ടേണ്ടത്, പുറത്തിറങ്ങി അങ്ങനെ പോകാൻ പാടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സഹാബികൾ വന്നുകൊണ്ട് ഒരു ദിവസം സഹാബ വനിതകൾ ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, അതായത് ഉഹദ് യുദ്ധത്തിൽ ഒരുപാട് സഹാബ വനിതകളുടെ പുരുഷന്മാര് രക്തസാക്ഷികളായി അവര് വിധവകളായപ്പോ ആ ഉഹദ് യുദ്ധത്തിൽ മരണപ്പെട്ട ഷഹീദുകളുടെയൊക്കെ ഭാര്യമാര് സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് വന്നുകൊണ്ടൊരു സങ്കടം പറയാണ്, ഇന്നാ നസ്തവഹശു ഫീ ബുയൂതിനാ അഫനബീതു ഇൻദ ഇഹ്ദാനാ, ഞങ്ങൾക്ക് ഭർത്താക്കന്മാര് മരിച്ച സ്ത്രീകളാണ് നബിയേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒറ്റക്കിരിക്കുമ്പോ വല്ലാത്ത വിഷമം തോന്നുകയാണ്, വല്ലാത്തൊരു ഒറ്റപ്പെടൽ ഞങ്ങൾ അനുഭവിക്കുകയാണ് നബിയേ, അതുകൊണ്ട് അഫനബീതു ഇൻദ ഇഹ്ദാനാ, ഞങ്ങൾ എല്ലാരും കൂടെ ഒരുത്തിയുടെ വീട്ടിൽ അങ്ങ് താമസിച്ചോട്ടെ, ഒരുത്തിയുടെ വീട്ടിൽ ഞങ്ങൾ കിടന്നിറങ്ങിക്കോട്ടെ, എന്നാ ഞങ്ങൾക്കൊരു ആശ്വാസം കിട്ടുമല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ മറുപടി കൊടുക്കുന്നത്? ഫഅദിന ലഹുന്ന അൻ യതഹദ്ദസന ഇൻദ യഹദാഹുന്ന, നിങ്ങളിൽ ഒരാൾ പകൽ സമയത്ത് എല്ലാവരും കൂടെ ഒരുത്തിയുടെ വീട്ടിൽ പോയി ഇരുന്ന് സംസാരിക്കുകയും പരസ്പരം ആശ്വസിപ്പിക്കുകയും അങ്ങനെ നിങ്ങൾ മനസ്സിന്റെ ടെൻഷൻ അകറ്റാൻ ശ്രമിക്കുകയും ചെയ്തോളൂ. പക്ഷേ ഫൈദാ കാന വഖ്തുൻ നൗം, ഉറക്കത്തിന്റെ നേരം എത്തിക്കഴിഞ്ഞാൽ തഅവീ കുല്ലു വാഹിദത്തിൻ ഇലാ ബൈതിഹാ, ഭർത്തൃ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരണം. ഉറക്കങ്ങൾ വേറൊരു വീട്ടിലാക്കരുത്. പകൽ സമയത്തൊക്കെ നിങ്ങൾ ഇരുന്ന് ആശ്വസിപ്പിക്കും, ഒരുമിച്ച് വർത്താനം പറയൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ കൃത്യമായ വിവരണമാണ് നടത്തുന്നത്. മാത്രല്ല, ഇദ്ദയിലിരിക്കുന്ന സമയത്ത് ഈ പെണ്ണിനെ പോയിട്ട് ഒരാൾ വിവാഹാന്വേഷിക്കാൻ പാടില്ല. ഇതിലും അങ്ങനെ തന്നെയാണ് നിയമം. വിവാഹാന്വേഷണം പാടില്ല, പരസ്യമായി പോയിട്ട് വിവാഹം അന്വേഷിക്കരുത്. എന്നാൽ അല്ലാഹു പറയാണ്, അലിമല്ലാഹു അന്നകും സതദ്കുറൂനഹുന്ന, നിങ്ങളുടെ മനസ്സിൽ ഒരു പക്ഷേ ആ വിധവയെ കല്യാണം കഴിക്കാനുള്ള മോഹം ഉണ്ടായിരിക്കാം, എന്നാലും വലാകില്ലാ തുവാഇദൂഹുന്ന സിർറാ, നിങ്ങൾ സ്വകാര്യമായിട്ട് അവളോട് വാക്ക് കൊടുക്കരുത്. പിന്നെ ഇദ്ദ കഴിയാൻ കാത്തിരിക്കേണ്, ഞാൻ കല്യാണം കഴിച്ചോളാ എന്ന് വഅദ ചെയ്യാൻ പാടില്ല, കരാർ ചെയ്യാൻ പാടില്ല. ഇല്ലാ അൻ തഖൂലു ഖൗലൻ മഅറൂഫാ, നാട്ടുനടപ്പനുസരിച്ച് അവൾക്ക് മനസ്സിലാകുന്ന നിലക്കുള്ള ചില സൂചനകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം, ചില സൂചന കൊടുക്കാം. അതെങ്ങനെയാ? ഇങ്ങനെയൊക്കെ പറയാ, നാട്ടിൽ ഇനി നിങ്ങൾ കഷ്ടപ്പെടൂല, എന്തായിരുന്നാലും അള്ളാഹു ഒരാളെ നിങ്ങൾക്ക് തന്നേക്കും, അങ്ങനെയൊക്കെ പറയുന്നില്ല. ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ചോളാന്ന് പറയാൻ പാടില്ല, വ്യക്തമായി പറയാൻ പാടില്ല. സൂചനകൾ മതിയാക്കാം, അങ്ങനെ പറയുന്നത് കൊണ്ട് വിരോധമില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്നാൽ വലാ തഅസിമു, നിങ്ങൾ ദൃഢമായി ഉഖദത്തുൻ നിക്കാഹ്, നിക്കാഹിന്റെ ആ കരാർ ഉറപ്പിക്കാൻ പാടില്ല. ഹത്താ യബ്ലുഗൽ കിതാബു അജലഹു, ആ സ്ത്രീക്ക് അല്ലാഹു നിശ്ചയിച്ച അവധി പൂർത്തിയാകുന്നത് വരെ. വഅലമു, നിങ്ങൾ അറിയണം, അന്നല്ലാഹ യഅലമു മാ ഫീ അൻഫുസികും, നിങ്ങളുടെ മനസ്സുകളിലുള്ള രഹസ്യങ്ങളൊക്കെ അല്ലാഹുക്ക് അറിയാം കേട്ടോ. ഫഹ്ദറൂ, അതുകൊണ്ട് നിങ്ങൾ അവനെ സൂക്ഷിക്കണേ. വഅലമു അന്നല്ലാഹ ഗഫൂറുൻ ഹലീം, നിങ്ങൾ അറിയുകയും ചെയ്യണം, അന്നല്ലാഹ, നിശ്ചയം അല്ലാഹു തആല ഗഫൂറുൻ, ഏറെ പൊറുക്കുന്നവനും, ഹലീം, വളരെ സഹനശീലനുമാകുന്നു. അപ്പൊ അതുകൊണ്ട് ഈ നിലക്ക് ഇസ്ലാമിന്റെ നിയമങ്ങൾ അവിടെ കാത്തു സൂക്ഷിക്കണം. ഇവിടെയൊക്കെ ഇസ്ലാമിന്റെ നിയമങ്ങൾ എല്ലാ നിയമങ്ങളിലെയും പോലെ തീവ്രതക്കും ജീർണതക്കും നടുവിലാണ്. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാലും വിവാഹമോചിതയായാലും ഒന്നും തീരെ മര്യാദ പാലിക്കാതെ പുറത്തിറങ്ങി യഥേഷ്ടം വിലസുന്ന ഭാര്യമാരുണ്ട്. അവർക്ക് എഴുതിയില്ല, ദുഃഖാചരണമില്ല, ഒന്നുമില്ല, ഒരു നിയമവും പാലിക്കൂല. അങ്ങനെ നടക്കുന്ന കുറെ ആളുകളുണ്ട്.
വേറെ ചില ആളുകളോ ഒരു സ്വാതന്ത്ര്യവും നൽകാതെ പെണ്ണിനെ ഇരുട്ടറയിൽ നേരത്തെ പറഞ്ഞ രൂപത്തിൽ പാർപ്പിച്ചുകൊണ്ട് കഷ്ടപ്പെടുത്തുന്നവരുണ്ട്. സത്യം ഇത് രണ്ടിന്റെയും ഇടക്ക. ഈ തീവ്രവാദികളുടെയും ഈ ജീർണത പ്രവർത്തനത്തിന്റെ ഇടക്കാണ് സത്യം. അതെന്താണ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരൊറ്റ പോയിന്റ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇങ്ങനെ ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ ആണെങ്കിലും അവൾ ഗർഭിണിയാണെങ്കിൽ അവളുടെ ഇദ്ദാകാലം 4 മാസവും 10 ദിവസവും അല്ല, പ്രസവം വരെ. വിധവ ഗർഭിണിയാണെങ്കിൽ അവൾ എത്ര കാലം കാത്തിരുന്നാ മതി? പ്രസവം വരെ. അതിനിപ്പോ ഭർത്താവാണ് മരിച്ചു, 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പ്രസവമാണ് നടന്നു ഭാര്യയുടെ, അവളുടെ ഇദ്ദ തീർന്നു. എത്ര കുറഞ്ഞ കാലഘട്ടമാണെങ്കിലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ഒരു കേസ് വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് ഒരു ഭർത്താവ് മരിച്ച ഒരു പെണ്ണ് 10 ദിവസം കഴിഞ്ഞപ്പോൾ ആ പെണ്ണ് പ്രസവിച്ചു. എന്താ നബിയെ അവരുടെ തീരുമാനം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കല്യാണം കഴിച്ചോളൂ. അവള് വേറെ കല്യാണം കഴിക്കാം. ഫഅഫ്താനി, എനിക്ക് ഫത്വ തന്നു അല്ലാഹുവിന്റെ റസൂല്, ബിഅന്നി ഖദ് ഹലൽതു, ഞാൻ തഹല്ലുലായിട്ടുണ്ട്, എന്റെ ആദ്യ ഭർത്താവിൽ നിന്ന് ഞാൻ ഒഴിവായിട്ടുണ്ട്. എപ്പോ? ഹീന വദഅതു ഹംലി, ഞാൻ പ്രസവിച്ചതോടുകൂടി. വഅമറനി ബിത്തസ്വീജി ഇൻ ബദാലി, എനിക്ക് താല്പര്യമുണ്ടോ വേറെ പുതിയ ആപ്പിളക്ക് വാഴാം, എനിക്ക് വിവാഹം കഴിക്കാം. അപ്പൊ അവിടെ 4 മാസവും 10 ദിവസവും വന്ന നിയമം ഇല്ല. ഭർത്താവ് മരിക്കുമ്പോ ഈ പെണ്ണ് ഗർഭിണിയാണെങ്കിൽ എപ്പോഴാണോ പ്രസവിക്കുന്നത്, അപ്പൊ 4 മാസവും 10 ദിവസമല്ല. ഭർത്താവ് മരിക്കുമ്പോ ഗർഭിണിയാണ്, ഗർഭമായിരിക്കുന്ന സമയത്താണെങ്കിൽ അപ്പൊ എത്ര കാലം കാത്തിരിക്കേണ്ടി വരും? ചിലപ്പോ 9 മാസം കാത്തിരിക്കേണ്ടി വരും. അല്ല, കുറഞ്ഞ കാലാണെങ്കിൽ കുറഞ്ഞ കാലം മതി. അതാണ് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. വഉലാത്തുൽ അഹ്മാലി അജലുഹുന്ന അയ്യളന ഹംലഹുന്ന, ഗർഭിണികളായ സ്ത്രീകൾക്കുള്ള ദീക്ഷാകാലം അവരുടെ പ്രസവം നടക്കുന്നത് വരെയാകുന്നു. അള്ളാഹു വളരെ കൃത്യമായി സൂറത്തു ത്വലാഖിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇതും കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അങ്ങനെ സഹോദരങ്ങളെ, അതാണിപ്പോ വിവാഹമോചിത അല്ലാത്ത അഥവാ ഭർത്താവ് മരിച്ചുള്ള ഒരു വിധവയുടെ ഇദ്ദയുടെ കാലഘട്ടം. ഇനി മറ്റുള്ള സ്ത്രീകളുടെ ഇദ്ദ സംബന്ധമായ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ അടുത്ത അവസരത്തിൽ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിയാൻ, നേരിന്റെ പാതയിൽ തന്നെ മുന്നോട്ട് പോകുവാൻ, അള്ളാഹുവിന്റെ ദീനിനോടുള്ള കൂറും കടമയും നിർവഹിക്കുവാൻ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ മോചിപ്പിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അസഹനീയമായ പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബാദികളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായും ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ വിശ്വാസികൾക്ക് അള്ളാഹു പൊറുത്തു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين. السلام عليكم ورحمة الله.